Okay, I just want you to quickly look into Romans 12:1. This is what we preached in the morning. I want to preach from there. Amen. But I want to make some corrections in some of the teachings that some of you may be listening to in the last so many days. Amen. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം രാവിലെ നമ്മൾ അതാണ് നോക്കിയത്. അതിലേക്ക് തന്നെ പോകാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പഠിച്ച ചില പഠിത്തങ്ങളെ ചില തിരുത്തലുകൾ നമ്മളല്ല, നിങ്ങൾ കാലഘട്ടങ്ങളിൽ നമ്മൾ കേട്ട ചില കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ ആവശ്യമുള്ള ഞാൻ പറയാം. There's a big revival going on in Kerala. കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. How many of you have heard of Kerala? എത്ര പേർ കേരളത്തെ പേര് കേട്ടിട്ടുണ്ട്? You can lift your hands and praise God. കരയുയർത്തി കർത്താവിനെ സ്തുതിക്കാം. Hallelujah. Yes. I think right now most of the people in our church are from Kerala, but that's going to change, okay? Amen. ഇപ്പോൾ നമ്മൾ ഈ സഭയിൽ കൂടുതൽ ആളുകൾ കേരളക്കാരാണ്, പക്ഷെ അതെല്ലാം മാറാൻ പോകും. Yeah, God is going to bring, this morning again it came to me, especially I want to speak to my brothers and sisters speaking in Hindi. This church is a lot of Hindi people are going to come here. Amen. ഹിന്ദി സംസാരിക്കുന്ന അനേകർ ഹിന്ദി ഉറുദു തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്ന അനേകർ ഈ സഭയിലേക്ക് വരാൻ പോവുകയാണ്. Okay, so be ready for that. അതിനായിട്ട് ഒരുങ്ങുക. So Hebrews 12:1 tells what we need to do. നമ്മൾ എന്ത് ചെയ്യണമെന്ന് എബ്രായലേഖനം 12:1 നമ്മളോട് പറയുന്നു. Who should do it? ആര് ചെയ്യേണ്ട കാര്യമാ? We should do it. നമ്മൾ ചെയ്യേണ്ട കാര്യം. Paul is writing to the Christian church. ക്രിസ്തീയ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്. And this Christian church is under the grace of God. ഈ ക്രിസ്തീയ സഭ കൃപയ്ക്ക് അധീനപ്പെട്ട് കിടക്കുന്ന സഭയാണ്. Even when they are under the grace of God, still Paul tells them to do something. ആമേൻ. കൃപയ്ക്ക് അധീനരായിരിക്കുമ്പോഴും അവർ ചിലത് ചെയ്യുവാൻ അപ്പോസ്തലൻ പറയുന്നു. Church, did you get me? നിങ്ങൾക്ക് മനസ്സിലായോ? Even when you are under grace, കൃപയ്ക്ക് അധീനരായിരിക്കുമ്പോൾ you cannot close your hands like that and sit at home and sleep. ഒന്നും ചെയ്യണ്ട എന്ന് മടിയനായി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. Grace makes you to work. കൃപ നിനക്ക് അധ്വാനിക്കുവാൻ ശക്തി തരും. That's the point I want to bring today. അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. Kerala today there are different kinds of doctrines. A lot of doctrines come through the TV into this place. It is my job, it is our job to study you in doctrine. ആമേൻ. ടിവികളിൽ കൂടിയൊക്കെ അനേക ഉപദേശങ്ങൾ കടന്നു വരുമ്പോൾ ഉപദേശത്തെ ശരിയായി നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. Okay, what are the things Paul wants you to do? നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്? Number 1, Paul is saying, I beseech you, brothers. അദ്ദേഹം പറയുകയാണ്, എന്റെ സഹോദരന്മാരെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. And he is doing it by the mercies of God. ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. Question. പറയട്ടെ, which comes first? ആദ്യം എന്താണ് വരുന്നത്? Mercy or grace? കൃപയാണോ കരുണയാണോ ആദ്യം വരുന്നത്? Don't say mercy. There is no word like that. മേഴ്സ് എന്ന് പറഞ്ഞൊരു വാക്കില്ല. Mercy or grace, what comes first? ആദ്യം നമുക്ക് കിട്ടുന്ന കൃപയാണോ കരുണയാണോ? Who's your pastor? Tell him to come and see me. Hallelujah. Mercy. Because of the mercy of God, he has extended his hand of grace upon you. Amen. ദൈവത്തിന്റെ മനസ്സലിവ് നിമിത്തമായി കൃപയുടെ കരം കർത്താവ് നമുക്ക് വേണ്ടി നീട്ടി. Those who say an amen, say an amen. Amen. Because God is merciful to you and me, he has extended a hand of grace. Amen. ദൈവത്തിന്റെ മനസ്സലിവ് ദൈവത്തിന്റെ കൃപയുടെ കരം നമ്മളെ നീട്ടുവാൻ സഹായിക്കും. But in the Bible you don't see a gospel of mercy, you see a gospel of grace. എന്നാൽ കരുണയുടെ ഒരു സുവിശേഷം മനസ്സലിവിന്റെ സുവിശേഷം ദൈവത്തിൽ കാണാനില്ല, കൃപയുടെ സുവിശേഷം കാണാം. The true gospel is the gospel of grace. യഥാർത്ഥ സത്യ സുവിശേഷം എന്ന് പറയുന്നത് കൃപയുടെ സുവിശേഷം. There is no other gospel. മറ്റു സുവിശേഷമില്ല. That is where people go astray. അവിടെയാണ് ആളുകൾ തെറ്റിപ്പോകുന്നത്. Some people say don't do anything, sit at home and sleep, everything will work out. ചിലർ പറയും ഒന്നും ചെയ്യണ്ട, വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി, എല്ലാം നടന്നോളും. Some people say do everything, God won't do anything, you have to do everything. ചിലർ പറയും നിങ്ങൾ തന്നെ അധ്വാനിക്കണം, ദൈവം ഒന്നും ചെയ്യണ്ട, നിങ്ങൾ തന്നെ എല്ലാം പ്രാപിച്ചെടുക്കണം. Both are wrong. രണ്ടും തെറ്റാണ്. These are two extremes. ഇത് രണ്ട് എക്സ്ട്രീമുകളാണ്. I want you to know this very clearly. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. When you are born again, നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ Christ is born into your spirit man, into your spirit. നിങ്ങളുടെ ആത്മ മനുഷ്യനിൽ ക്രിസ്തു ഉരുവാകുകയാണ്. What does it mean? അതിന്റെ അർത്ഥം എന്താ? The word of God and the Holy Spirit combined begins a work inside your heart. പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും ചേർന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു പ്രവൃത്തി ആരംഭിക്കുക. Jesus Christ is the word of God and the Holy Spirit. പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും യേശു തന്നെയാണ്. The Holy Spirit, under the Holy Spirit, Mary conceived by the word of God and Jesus was born. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വന്നു. ദൂതൻ പറഞ്ഞ ദൈവവചനം മറിയയിൽ ഉരുവായപ്പോൾ യേശു കർത്താവ് എന്ന് പറയുന്ന ശിശു അവിടെ Just like Jesus was born in the womb of Mary, God the Holy Spirit wants to birth Jesus again in your spiritual womb. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവിനാലും വചനത്താലും യേശു കർത്താവ് ഉരുവായതുപോലെ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിലും നമ്മുടെ ആത്മാവിൽ യേശു ഉരുവാകുക. When a baby is born, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ how many mothers tell the baby to go to the bathroom straight away? എത്ര പേര് പറയും ഇന്ന് തൊട്ട് നീ ബാത്റൂമിൽ പൊക്കോണമെന്ന് ഏതെങ്കിലും ശിശുവിനോട് നമ്മൾ പറയുമോ? Supposing you tell Joshua, go to the bathroom by yourself. യോശുവ നീ തന്നെ ബാത്റൂമിൽ പോകണമെന്ന് നമ്മൾ കുഞ്ഞിനോട് പറഞ്ഞാൽ, If I tell that, ഞാൻ അങ്ങനെ പറഞ്ഞാൽ what will you call me? നമ്മൾ എന്നെ എന്ത് വിളിക്കും? You are a cruel legalistic pastor.
നീ ഒരു ക്രൂരനായിട്ടുള്ള പാസ്റ്ററാന്ന് പറയും. Right? You have to take the baby. നമ്മൾ കുഞ്ഞിനെ ബാത്റൂമിൽ കൊണ്ടേ പറ്റും. At that stage, the baby needs help from the mother and the father. ആ സമയത്ത് കുഞ്ഞിന് മാതാപിതാക്കളുടെ സഹായവും സംരക്ഷണവും ആവശ്യമാണ്. At that time, babies are expected to be quiet. ആ സമയത്ത് കുഞ്ഞുങ്ങൾ മിണ്ടാതിരിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. Church, are you getting me? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Same way, when you're born again, you need supernatural help from the Holy Spirit to build Christ in you. ആമേൻ ആമേൻ. അങ്ങനെ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുയേശുവിൽ വളർന്നു വരുവാൻ പരിശുദ്ധാത്മാവിന്റെ അമാനുഷികമായിട്ടുള്ള ശക്തി നിങ്ങൾക്ക് ആവശ്യമാണ്. When you're born again, God puts you under rest. നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ സ്വസ്ഥതയിലാക്കും. That is why in Hebrews 4 it says there is a promise of rest remaining for the people of God. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അതിൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നു. That means all your fleshly activity has to come to a stop. അതിന്റെ അർത്ഥം നമ്മുടെ ജഡികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമാകണം. Are you with me, people of God? മനസ്സിലാകുന്നുണ്ടോ? Hallelujah. Amen. So there is a rest, there is a sleep. You can also call it a death. ആമേൻ ആമേൻ. അവിടെ ഒരു സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വന്തം ഒരു മരണം, ജഡത്തിന്റെ ഒരു മരണം എന്ന് പറയാം. When the flesh or when these things die, on the other side the spirit begins to work. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് നമ്മുടെ ജഡിക മനുഷ്യൻ മരിക്കുന്ന അനുസരിച്ച് മറുഭാഗത്ത് നമ്മുടെ ആത്മീയ മനുഷ്യൻ ശക്തിയായി വളർന്നു കയറുകയാണ്. That is why when you are born again, when you are baptized, you must make it a point to spend maximum time in the church. Go for every meeting, go read the Bible, listen to good tapes. You must fill your heart and mind with the word of God and the Holy Spirit. ആമേൻ ആമേൻ. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തി പരമാവധി സമയം ദൈവം നൽകുന്ന എല്ലാ റിസോഴ്സും ഉപയോഗിച്ച് ദൈവത്തിന്റെ വചനത്തിലും ആരാധനയിലും കൂട്ടായ്മയിലും നിങ്ങൾ ആത്മ മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് പറയുന്നത്. When this happens, ഇത് സംഭവിക്കുമ്പോൾ your spirit man becomes strong. നിങ്ങളുടെ ആത്മ മനുഷ്യൻ ബലപ്പെടുകയാണ്. Your other man may become weak. നിങ്ങളുടെ ജഡ മനുഷ്യൻ ചുരുങ്ങും. That is why old pastors, olden times used to say fast, fast and pray, fast and pray. This is the reason. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദേവദാസന്മാർ നമ്മളെ ഉത്ബോധിപ്പിച്ചു, നിങ്ങൾ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. Hallelujah. Praise Are the you with me, Lord. people of God? മനസ്സിലാവുന്നുണ്ടോ? Your inner man becomes strong, your external man becomes stagnant. He's not going to make any problem. You yourself will come to that area. ആമേൻ ആമേൻ. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ വളർന്ന് ശക്തി പ്രാപിക്കുമ്പോൾ പുറത്തെ മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവൻ അവിടെ ഒതുങ്ങിക്കോളും. Now listen. ശ്രദ്ധിക്കണേ. According to your strength inside you, നിങ്ങളുടെ ഉള്ളിലുള്ള ബലം അനുസരിച്ച് God begins to give you responsibilities in the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവം നിങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കും. Hallelujah. Amen. Paul was a man like that. അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു പൗലോസ്. Paul began to what shall I say? Overdo. No, not overdo. He began to be promoted, double promoted, triple promoted over the other disciples. ആമേൻ. മറ്റു ശിഷ്യന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൗലോസിന് അനേക ഉയർച്ചകൾ ഉണ്ടായി. That is why I've taught you in 1 Corinthians 15:10, Paul preaches like this. 1 Corinthians 15 അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, I am the least of all the apostles, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്, yet I worked harder than all the other apostles. എന്നാൽ മറ്റുള്ളവരെക്കാൾ എല്ലാം ഞാൻ അധ്വാനിച്ചിരിക്കുന്നു. Then he says, not me, but the grace of God which is inside me. അന്ന് പിന്നിട്ട് അദ്ദേഹം വീണ്ടും ഊന്നി പറയുന്നു, ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയാണ് അതിനെ സഹായിച്ചത്. So now Paul cannot say, I didn't do anything, Jesus did everything. No, in the spirit man, Paul had a responsibility. He worked out what God worked inside. ആമേൻ ആമേൻ. അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നില്ല, ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ അടങ്ങി ഉറങ്ങിക്കൊണ്ടിരുന്നു, യേശു എല്ലാം ചെയ്തെന്നല്ല പറഞ്ഞത്. യേശു തന്ന ഉത്തരവാദിത്വം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. But his work is not from the flesh. എന്നാൽ ജഡത്തിന്റെ പ്രവൃത്തി അല്ലാതെ ചെയ്തത്. It was not his willpower. തന്റെ ശക്തി അല്ലാതെ. It is the power of God working through him. തന്നിൽ കൂടെ വ്യാപരിച്ച ദൈവശക്തിയാണ് So പ്രവർത്തിച്ചത്. it is a matter of maturity. അതൊരു പക്വതയുടെ അനുഭവമാണ്. Are you with me, people of God? മനസ്സിലാവുന്നുണ്ടോ? Is the balance coming across? ബാലൻസ് മനസ്സിലാവുന്നുണ്ടോ? Finally, let me tell you one more verse. ഒരിക്കൽ കൂടെ പറയട്ടെ. This also I have preached here. Colossians 1:28 and 29. കൊലോസ്യർ 1:28-29. That must be our motto in the days to come. വരുന്ന ദിവസം നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കട്ടെ. Colossians 1:28 and 29. I love this from Paul. പൗലോസിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേദഭാഗ്യമാണ്. And I hope you will all like it and grow up to that. നമ്മളെല്ലാം ഇത് ഇഷ്ടപ്പെട്ട് ആ തലത്തിലേക്ക് വളരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Colossians 1. Anybody, any language, whoever gets it first, read it. Mame, Colossians 1 no. Wait a minute. I think 2:28 and 29 നോക്കിയേ. അച്ഛാ അതേതാ അത്? 28-29. ആ അതിനായി, for that reason,
Oh, did you see that? ശ്രദ്ധിച്ചോ? Listen to this carefully. ശ്രദ്ധിക്കണമേ. According to the power of God which works in me, I also work. എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി ഒത്തവണ്ണം പോരാടി അദ്ദേഹം അധ്വാനിക്കുക. So if today's grace, many, I'm not touching any man of God, they're all right, technically, theoretically. But you must remember, you must grow into an area of maturity where the power of God is very high in you and you work according to the power. ആമേൻ ആമേൻ. ഞാൻ ഒരു ദൈവദാസന്മാരെയും വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. താത്വികമായിട്ട് അവരെല്ലാം പറയുന്നത് ശരിയാണ്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ദൈവകൃപയ്ക്ക് അനുസരിച്ച് നമ്മൾ വളരുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. According to the power inside us. നമ്മുടെ ഉള്ളിലുള്ള ശക്തിക്ക് അനുസരിച്ച്. That power can come because of grace. കൃപയാൽ മാത്രമേ ആ ശക്തി കിട്ടത്തുള്ളൂ. More grace, more power. അധികം കൃപ കിട്ടുമ്പോൾ അധികം ശക്തിയാ. Now let me look to Ephesians 3:20. ഇനി എഫെസ്യർ 3:20 നോക്കാം. This part is known by everybody. ഇത് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. All Christians love this verse. എല്ലാ ക്രിസ്ത്യാനികൾക്കും ഇഷ്ടമുള്ള Some of വാക്യമാണ്. you can tell it to me by heart. അല്ലല്ല, എഫെസ്യർ 3:20. Okay, up to that, what pastor said, up to that point, everybody knows by heart. അത്രയും എല്ലാവർക്കും അറിയാം. But there is another part to it. എന്നാൽ അതിന്റെ പിന്നിൽ വേറൊരു ഭാഗമുണ്ട്. Come there. According to the power that works in you. നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. See, that is the difference. അതാണ് വ്യത്യാസം. Sometimes when anointed pastors pray, things happen just like that. ചിലപ്പോൾ അഭിഷേകന്മാർ പ്രാർത്ഥിക്കും, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. When sometimes you pray, it may take 20 days. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടി വരും. Why is that? എന്തുകൊണ്ടാണ് വ്യത്യാസം? The secret is here. വ്യത്യാസം ഇവിടെ കാണാം. Hallelujah. ആമേൻ ആമേൻ. Did you get it, church? നിങ്ങൾക്ക് മനസ്സിലായോ? We are living in the new covenant. പുതിയ നിയമത്തിൽ നമ്മൾ ജീവിക്കുന്നത്. We are not under Moses. മോശയുടെ കീഴിലല്ല. We are not under Elijah. എലിയായുടെ കീഴിലുമല്ല. In that way, you are not even under Pastor Shiju. പാസ്റ്റർ ഷിജുവിന്റെ കീഴിലുമല്ല. You are under the resurrected Jesus Christ. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കീഴിലാണ് നിങ്ങൾ. And the resurrected Jesus Christ has endless power. ഉയർത്തെഴുന്നേറ്റ യേശുവിന് പരിമിതികളില്ലാത്ത ശക്തിയാണ്. The same power that raised Jesus from the dead is inside you. ആമേൻ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുക. Can you believe that? നിങ്ങൾക്ക് വിശ്വസിക്കാൻ That പറ്റുമോ? power is greater than dynamite's power of dynamite. ഡൈനാമിറ്റിന്റെ ഏത് വലിയ ബോംബിനേക്കാൾ വലിയ ശക്തിയാണ്. Are you with me, people of God? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Power is inside you. നിങ്ങളുടെ ഉള്ളിലുണ്ട് ശക്തി. Where is the issue? ഇവിടെ പ്രശ്നം എവിടാ? You must learn to release more and more of God's power which is already inside you. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ പ്രദർശിപ്പിക്കുവാൻ പഠിക്കണം. That's the question. ചോദിക്കട്ടെ, How many of you think the Holy Spirit has to come down from heaven so that you can be baptized in the Holy Spirit? പരിശുദ്ധാത്മ സ്നാനം നമ്മൾ പ്രാപിക്കുവാൻ സ്വർഗ്ഗത്തിന്റെ പരിശുദ്ധാത്മാവ് ഇനി ഇറങ്ങി വരണമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? The Holy Spirit has already come into the world. He is here right now. പരിശുദ്ധാത്മാവ് സ്വർഗ്ഗത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. And he is looking for a place to live. തനിക്കൊരു വാസസ്ഥലം ഈ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുക. Many of us have experiences. നമുക്ക് പല The അനുഭവങ്ങളുണ്ട്. Holy Spirit will come inside. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരും. He'll touch us. നമ്മളെ തൊടും. Sometimes he goes away. ചിലപ്പോൾ Now, പരിശുദ്ധാത്മാവ് don't get me wrong. Don't get disappointed. തെറ്റിദ്ധരിക്കരുത്. Because the book Romans 8 says, റോമാലേഖനം 8-ാം പറയുന്നു, if the Spirit of God who raised Jesus from the dead dwells inside you, ആമേൻ ആമേൻ ആമേൻ. ക്രിസ്തുവിനെ മരിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ then your mortal bodies will have strength. അപ്പോൾ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. That means അതിന്റെ അർത്ഥം a living Christian ആമേൻ ഒരു ജീവനുള്ള ക്രിസ്ത്യാനി will not be, we say, a chadanya Christian. ആമേൻ ഹല്ലേലൂയ, he won't be a broken Christian. He will be powerful. Even if he stands quietly, power will come through him. ഒരു പക്ഷേ കണ്ടാല് ഒരു ശക്തിയൊന്നും ഇല്ലെന്ന് തോന്നിയാൽ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ശക്തിയാ. Shall I prove it to you from the Bible? ഞാൻ തെളിയിക്കട്ടെ. Peter, പത്രോസിനെ നോക്ക്. when his apron and his handkerchiefs people touched, ഹല്ലേലൂയ, പത്രോസിന്റെ ഉത്തരീയവും റൂമാലും ഒക്കെ ആളുകൾ തൊട്ടപ്പോൾ what happened? എന്ത് സംഭവിച്ചു? Peter did not even know. പത്രോസിന് അറിയത്ത് പോലുമില്ല. Power came out through that. താൻ പോലും അറിയാതെ Because the ശക്തി Spirit വ്യാപരിക്കുക. of God was, sorry brother, dwelling inside him. എന്തുകൊണ്ടാണ് ഈ അപ്പോസ്തലന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുക? Understanding it? ആമേൻ. Forget Peter. പത്രോസിനെ വിട്ടുകള. He is not our example. പത്രോസ് അല്ല നമ്മുടെ മാതൃക. Who is our example? നമ്മുടെ മാതൃക ആരാ? Only example is Jesus. നമ്മുടെ മാതൃക യേശു മാത്രമാണ്. A lady came to Jesus when he was walking to Jairus' house. യേശു ജായിറസിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഒരു സഹോദരി വന്നു. A lady came. When did Jesus know that she touched him? യേശുവിനെ ഇവർ തൊട്ടെന്ന് യേശുവിന് എപ്പോഴാണ് മനസ്സിലായത്? The power went out of him. തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ യേശു മനസ്സിലായി. Hallelujah. ആമേൻ ആമേൻ. Now I'm going to tell you something which, people when they record it, put it on YouTube, people may get angry with me, but I'm going to tell you something very explosive. വളരെ എക്സ്പ്ലോസീവ് സ്ഫോടനാത്മകമായ ഒരു കാര്യം ഇപ്പൊ പറയാൻ പോവാ. The same thing is yes and amen for you. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം അങ്ങനെ തന്നെയാ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. What are you teaching? എന്തുവാ ഭാഷ പഠിപ്പിക്കുന്നത്? Are you teaching heresy?
ഹല്ലേലൂയ. ദുരുപദേശം പഠിപ്പിക്കുവാന്നോ? You're not teaching heresy. ദുരുപദേശമല്ല. Jesus was the first body of Christ in this world. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ആദ്യത്തെ ശരീരമായിരുന്നു യേശു. That is Jesus without any sin, pure and holy. ആമേൻ. ഒരു പാപവുമില്ലാത്ത വിശുദ്ധനായ ഒരു ശരീരം. But after that, എന്നാൽ അതിനുശേഷം we are the body of Christ. നമ്മളാണ് ക്രിസ്തുവിന്റെ We ശരീരം. have been made pure and holy by his blood. തന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. Don't think of sin. പാപത്തെ പറ്റി ചിന്തിക്കരുത്. The problem with certain groups of charismatic believers is they're always thinking about sin. അല്ല, ചില കരിസ്മാറ്റിക് വിശ്വാസികളുടെ കുഴപ്പം അവരെപ്പോഴും പാപത്തെ പറ്റി ചിന്തിച്ചു. They're always concerned, will I sin today? Will I lose holiness? Will I sin today? I said that is sin consciousness. In the name of Jesus, you come out of that sin consciousness. Be Jesus conscious. ആമേൻ ആമേൻ. അങ്ങനെയുള്ളവർ ചിന്തിക്കുന്നത് എന്താ? ഇന്ന് ഞാൻ പാപം ചെയ്യുമോ? ഇന്ന് ഞാൻ അശുദ്ധനാകുമോ? അവരെങ്ങനെ അവരുടെ മനസാക്ഷി പാപപങ്കിലമാണ്. If you keep on concentrating on sin, the chances are you will keep sinning. പാപത്തെ പറ്റി നമ്മൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ പാപം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. When sin stands before you, tell sin, Jesus has already been sacrificed on the cross for me, for my sins. പാപം നിങ്ങളുടെ മുമ്പിൽ നിന്ന് കുഞ്ഞനം കൂട്ടുമ്പോൾ പാപത്തോട് പറയുക, യേശു കർത്താവ് എനിക്ക് വേണ്ടി പാപമായി തീർന്നു. You know what happens? എന്താ സംഭവിക്കുന്നത് അറിയാം? People are conscious of sin. പാപത്തെ പറ്റി ബോധമുള്ളവർ, Lord, I hit my pastor George Pamel, or I hit Pastor Thomas George, and I am sorry about it. And then thank you for forgiving me. Again, the next day I'll go and do the same thing. Lord, forgive me. Or God has forgiven. Again, I will hit him. No change. God wants you to stop hitting your brother. Amen. Live in victory. Amen. Live victory over sin is possible. ആമേൻ ആമേൻ. ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ട് കർത്താവേ ക്ഷമിക്കണമേ ക്ഷമിക്കണമേ എന്ന് പറയുന്നതിന് ഉപരിയായി കർത്താവ് നിനക്ക് തരുന്ന ശക്തി ഉപയോഗിച്ച് നീ പാപം ചെയ്യാതെ എപ്പോഴും ജയാളിയായി ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Can we sin? നമുക്ക് പാപം ചെയ്യാമോ? Can we fall? നമുക്ക് വീഴാമോ? Yes. നമുക്ക് വീഴാം. God forbid. ദൈവം അങ്ങനെ But our അനുവദിക്കാതിരിക്കട്ടെ. attitude to sin must change. എന്നാൽ പാപത്തോട് നമ്മുടെ മനോഭാവം മാറണം. Many good Christians live from a fear of sin than of God. ആമേൻ ആമേൻ. അനേക നല്ല ക്രിസ്ത്യാനികൾ ദൈവഭയത്തേക്കാൾ കൂടുതൽ പാപത്തോടുള്ള ഭയമാണ്. So they separate themselves from other people. അതുകൊണ്ട് മറ്റുള്ളവർ വേർപെടും. We are the only holy people. ഞങ്ങൾ മാത്രമേ ഉള്ളൂ വിശുദ്ധർ. We can't mix with such community. ഇല്ലവരുമായി ഞാൻ കൂടാൻ പറ്റത്തില്ല. That is not the holiness of Jesus. അതല്ല യേശുവിന്റെ വിശുദ്ധി. Jesus mixed with whoever God told him to mix with. ആരൊക്കെ പിതാവ് പറഞ്ഞു അവരോടെല്ലാം യേശു ഇടപഴകി. Did Jesus lose his holiness? യേശുവിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടോ? You tell me. നിങ്ങൾ പറ. The holiness of Jesus is not something that you lose if you don't want to lose it. ആമേൻ. നമ്മൾ മനഃപൂർവ്വം കളഞ്ഞാലല്ലാതെ യേശു തരുന്ന വിശുദ്ധി നമ്മളെ വിട്ടു പോകത്തില്ല. It is something from heaven. അത് സ്വർഗ്ഗം തരുന്നതാ. It cannot be taken away. അത് ലോകത്തിന് എടുക്കാൻ പറ്റുന്നതല്ല. But when you try to make your own holiness, two things will happen. നമ്മളായി സ്വയം വിശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ You will സംഭവിക്കും. always look down on other people. മറ്റുള്ളവരെ നമ്മൾ കുറഞ്ഞവരായി കാണും. Whether we like it or not, we will look down on people. മറ്റുള്ളവരെ നമ്മൾ കാണുവാൻ ഇടയാകും. We will look down on people. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ കാണുവാൻ നോക്കുവാൻ We will ഇടയാകും. always measure people under our yardstick. ആമേൻ. നമ്മുടെ അളവുകോൽ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അളക്കാൻ തുടങ്ങും. And that makes us Pharisees inside. അത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മളെ Church, പരീശന്മാരാക്കും. let me tell you one more time. ഒരു കാര്യം കൂടെ പറയട്ടെ. If you try to become holy in your own strength, you will always look down on other people. നമ്മൾ സ്വയം വിശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും നമ്മൾ ചെറിയവരായി താഴ്ത്തി കാണാൻ ശ്രമിക്കും. Pastor George is not up to my mark. ഓ പാസ്റ്റർ ജോർജ് എന്റെ നിലവാരത്തിന് ഒത്തുനിന്നില്ല. Pastor Abraham is not up to my mark. പാസ്റ്റർ എബ്രഹാം പാസ്റ്റർ അത്രയും ഇല്ല. Look at the way so and so spoke. ഇന്ന വ്യക്തി പ്രസംഗിച്ചൊന്ന് ശ്രദ്ധിച്ചേ. Can you speak like that? അങ്ങനെ പറയാൻ പറ്റുമോ? See, we keep on evaluating other people, accusing other people, and we fall into a big trap called the Pharisee trap. ആമേൻ ആമേൻ. മറ്റുള്ളവരെ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം അരിച്ചു കുണിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഈ പരീശന്മാരുടെ ട്രാപ്പിനകത്ത് വീണു പോകും. But praise God for Jesus എന്നാൽ യേശുവിനായിട്ട് നന്ദി. and his holiness. അവന്റെ വിശുദ്ധിക്കായി നന്ദി. My brother, you are not perfect, but I pray the fullness of Christ will come upon you. ഹല്ലേലൂയ. എന്റെ സഹോദരാ നീ പൂർണ്ണനല്ല, ഞാൻ യേശുവിന്റെ പൂർണ്ണതയുടെ വരുവേ ഞാൻ പ്രാർത്ഥിക്കുക. Oh my sister, I know you have a lot of drawbacks, but I pray the fullness of Christ will come upon എന്റെ you. സഹോദരി നിനക്ക് ഒത്തിരി കുറവുണ്ട്, എങ്കിൽ യേശുവിന്റെ നിറവ് നിന്നെ നികത്തട്ടെ. That is the church. അതാണ് ദൈവസഭ. The fullness of the one who fills all in all. സകലത്തെ നിറയ്ക്കുന്നവന്റെ നിറവാണ് ദൈവസഭ. So don't be sin conscious, be Jesus conscious. ഹല്ലേലൂയ. അതുകൊണ്ട് പാപബോധമുള്ളവരാകുവാൻ അല്ല, ദൈവബോധം യേശു ബോധമുള്ളവരാകുക. Let me stop by telling that I did not say you should not repent before God. Don't get me wrong. ദൈവം മുമ്പാകെ അനുദപിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. Are you understanding this? I മനസ്സിലാവുന്നുണ്ടോ? have to explain that quickly. Come here. ഞാൻ പെട്ടെന്ന് വിശദീകരിക്കട്ടെ. If an outsider of my family tries to do something to my car, my attitude will be very different.
പുറത്തുള്ള ഒരു വ്യക്തി എന്റെ കാറിന് എന്തെങ്കിലും ഒരു നാശം വരുത്താൻ ശ്രമിച്ചാൽ എന്റെ പ്രതികരണം I may വ്യത്യസ്തമായിരിക്കും. sue that person. ഞാൻ ആ വ്യക്തിയെ സൂ ചെയ്യാം, I may try to take money from that person. ആ വ്യക്തിയിൽ നിന്ന് പണം സ്വീകരിക്കാൻ ശ്രമിക്കാം. But if my daughter does something to my car, my attitude will be different. എന്നാൽ എൻ്റെ മകൾ മുഖാന്തരം എൻ്റെ കാറിന് എന്തെങ്കിലും ഒരു കേട് പറ്റിയാൽ ഞാൻ ആ പുറത്തുള്ള ആളെ പോലെ അല്ല മകളോട് ഇടപെടുന്നേ. മനസ്സിലാവല്ലോ? The harm is the same. രണ്ടുപേരും നടത്തിയ ഒരേ നാശമാണ്. But my child gets a special consideration. ആമേൻ. എന്നാൽ എൻ്റെ മകൾക്ക് ഒരു പ്രത്യേക പരിഗണനയുണ്ട്. What is that consideration? എന്താണ് ആ പരിഗണന? Honey, what you did is wrong. മോളെ നീ ചെയ്തത് തെറ്റാ. But I am going to help you not to do it again. എന്നാൽ വീണ്ടും ഇങ്ങനെ ഒരു അബദ്ധം വരാതിരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. Hello. ഹല്ലേലൂയ. She doesn't have to feel condemned with me. ഈ അബദ്ധം പറ്റിയതിൽ അവൾക്ക് കുറ്റബോധപ്പെടുത്തി ഇരിക്കേണ്ട There is കാര്യമില്ല. no condemnation for those who are in Christ Jesus. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. This is a relationship. This is what we are with God. നമ്മൾ ദൈവത്തിന്റെ കൂടെയാണ്. ഇതൊരു ബന്ധമാണ്. Now I'm going to tell you something else. വേറെ ഒരു കാര്യം കൂടെ പറയാം. Supposing my daughter says, Papa is not going to say anything. He's always a nice guy. ഹല്ലേലൂയ. ചിന്തിക്കുക, എൻ്റെ മകൾ പറയുക കഴിഞ്ഞ തവണ ഈ അബദ്ധം ചെയ്തപ്പോൾ ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Body is happy. So what? She goes around breaking everybody's car. മറ്റുള്ളവരുടെ കാറെല്ലാം പോയി നശിപ്പിക്കാൻ തുടങ്ങിയാലോ? What do you think I'll do? നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. What will I do? നമ്മൾ എന്ത് ചെയ്യും? I'll say, honey, just give me the car keys. കാർ കീ തന്നെ മോളെ, You can go walking. നിനക്ക് നടക്കാം ഇനി. Because I need to teach you a little more about driving the car and not breaking other people. ആമേൻ. നിനക്ക് ഡ്രൈവിംഗ് ഇച്ചിരി പഠിക്കാനുണ്ട്, പഠിക്കുമ്പോൾ തന്നെ The Bible says, ദൈവവചനം പറയുന്നു, I discipline my children because I love them. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് ബാലശിക്ഷ കൊടുക്കുന്നു. Are you understanding this? മനസ്സിലാകുന്നുണ്ടോ? This is why when we sometimes go through trials, it is our Heavenly Father disciplining us. He is not condemning us and throwing us out. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പ്രയാസങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ സ്വർഗ്ഗീയ പിതാവ് നമ്മളെ ശിക്ഷണം We പഠിപ്പിക്കുക, have നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല. that relationship with Him. That is important. നമ്മൾ ആ ബന്ധത്തിൽ എപ്പോഴും നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. And the relationship is known as grace, grace, grace. നമ്മുടെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരാണ് കൃപ, കൃപയാൽ, കൃപയാൽ. Is this clear? മനസ്സിലായല്ലോ? So under grace there are times when you may sleep. Under grace there are times when you have to work. It depends. It depends. It is not you have to sleep. യേശു എല്ലാം ചെയ്തു, ഇനി ഞാനൊന്നും ചെയ്യണം, വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. No. Sometimes Jesus has done everything. I can sit at home and sleep. I don't have to do anything. Sometimes, according to the power of God inside me, I need to go out and work so that I can do things for God. ആമേൻ. അതുകൊണ്ട് കൃപയാണെന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു നിയമമില്ല. ചിലപ്പോൾ ഞാൻ മിണ്ടാതിരിക്കണം, ചിലപ്പോൾ അധ്വാനിക്കണം, ഇങ്ങനെയില്ല. ദൈവാത്മാവിന്റെ നടത്തിപ്പ് പോലെ ചിലപ്പോൾ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കണം, ദൈവാത്മാവ് നിന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കണം. ദൈവാത്മാവ് നിന്റെ നടത്തിപ്പാണ് കൃപ എന്ന് പറയുന്നത്. Hallelujah. That comes from grace. It's a relationship. അതൊരു ബന്ധമാണ്. Ask in our house. ഞങ്ങളുടെ വീട്ടിൽ, by the way, she's my wife. How many people? Praise the Lord. Between my wife and me, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ we don't have many rules. ഞങ്ങൾ തമ്മിൽ വലിയ നിയമങ്ങളൊന്നുമില്ല. There are things only she does it at home. ചില ഭാര്യ മാത്രം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. Sometimes ചിലപ്പോൾ she can't. ചെയ്യാൻ വയ്യാത്തപ്പോൾ I try to help. ഞാൻ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. Don't tell them anything. ആരോടും പറയില്ല. And it makes double work for her. Don't tell anybody. Okay. ആരോടും പറയില്ല. But there is no rule in our house that she is the only one who should do the cooking. I have not tried cooking. If I do that, she may ask me to go out of the house. Amen. But I am ready to do that. Are you understanding this? ആമേൻ, ആമേൻ. എന്നാൽ എൻ്റെ ഭാര്യ മാത്രമേ ഇന്ന കാര്യങ്ങൾ ചെയ്യാവൂ എന്നൊരു നിയമം ഇവിടെ ഇല്ല. Hallelujah. സ്തോത്രം. There are wives in this house. ഇവിടെയുള്ള ഭാര്യമാർ, You don't go out shopping. I mean, I'm talking about the shops. ചിലര് കടയിൽ പോയി സാധനം You വാങ്ങിക്കാറില്ല. want your husbands to go. നിങ്ങളുടെ ഇഷ്ടം ഭർത്താക്കന്മാർ പോകുന്ന. You are lost when your husbands are not there. ഭർത്താക്കന്മാർ അടുത്തില്ലാത്തപ്പോൾ നിങ്ങൾ പേടിക്കുക. Ask God to give you grace so that you may become independent in the Lord in your relationship with your husband. ആമേൻ. ഭർത്താവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകുവാൻ കൃപ തരുവാൻ കർത്താവിന്റെ ദയവായി പ്രാർത്ഥിക്കുക. Hello, don't get me wrong. നാളെ തൊട്ട് വരാതെ ഇരിക്കല്ലേ. തെറ്റിദ്ധരിക്കരുത്. Praise the Lord. Hallelujah. Praise the Lord. Yes, God wants women like that in the church അങ്ങനെയുള്ള സഹോദരിമാരെ ഈ സഭയിൽ ദൈവത്തിന് who ആവശ്യമാണ്. can be assets to the family, അവർ ദൈവരാജ്യത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. who can learn to drive, അവർക്ക് ഡ്രൈവ് ചെയ്യാൻ who അറിയാവുന്നവർ. can tell their husbands, "Achaya maranda, I can do what is needed." അച്ഛൻ ഇല്ലെങ്കിൽ അയക്കാൻ ഞാനെനിക്ക് പോകാമെന്ന് പറയാൻ കഴിയുന്നവർ. പെട്ടെന്ന് എല്ലാവരും മിണ്ടാതിരിക്കുക. Why nobody is responding? You see Hallelujah. the relationship. ആമേൻ. നമ്മൾ ബന്ധത്തെ പറ്റിയാ This പറയുന്നത്. is essentially an understanding. ഇത് ഒരു തിരിച്ചറിവിന്റെ കാര്യമാണ്. No. It is an understanding between the husband and the wife. ഭാര്യയും ഭർത്താവും തമ്മിൽ മനസ്സിലാക്കുന്ന വിഷയമാണ്. പരസ്പരം In the same way, അതുപോലെ this is a relationship understanding between your heavenly Father and you in Christ Jesus. ക്രിസ്തുയേശുവിൽ കൂടെയുള്ള നമ്മുടെ പിതാവിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണിത്. Can you see the difference in John and Romans? 1 John, 2 John, 3 John, and the book of Romans. There's so much of difference. ആമേൻ. യോഹന്നാന്റെ 1, 2, 3 ലേഖനങ്ങളും റോമാലേഖനവും തമ്മിൽ നമ്മൾ പഠിച്ചാൽ ഒത്തിരി Do വ്യത്യാസമുണ്ട്. you see the Gospels? രണ്ട് സുവിശേഷമാണ്. They are so different. സുവിശേഷങ്ങളിൽ വ്യത്യാസമുണ്ട്. The interesting thing is that God doesn't bother to apologize to anybody for the Bible. ആമേൻ, ആമേൻ. എന്നാൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ആരോടും ദൈവ ക്ഷമാപണം നടത്തുന്ന കാര്യമില്ല.
God spoke to reveal himself to different people according to his desire. ആമേൻ. തന്റെ ആഗ്രഹം അനുസരിച്ച് വ്യത്യസ്ത വ്യക്തികൾക്ക് തന്നെ തന്നെ ദൈവം വെളിപ്പെടുത്തി. And they manifested his glory. അവരവന്റെ മഹത്വം വെളിപ്പെടുത്തി. It is a relationship. അത് ബന്ധമാണ്. But one more thing. ഒരിക്കൽ കൂടെ, the relationship will always stand according to the scriptures. ആമേൻ. ഈ ബന്ധം എപ്പോഴും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിലനിൽക്കുന്നത്. Are you with me, people of God? മനസ്സിലാവുന്നുണ്ടോ? I know a lady in New Jersey. ന്യൂജേഴ്സിയിൽ ഒരു സഹോദരി അറിയാം. In 2011 we called her for a meeting here. 2011 ഒരു മീറ്റിംഗിന് വിളിച്ചു. She said, അവർ പറഞ്ഞു, I and my Jesus alone in this room is enough. ഞാനും എൻ്റെ യേശുവും ഞങ്ങൾ ഒന്നിച്ച് റൂമിലുണ്ട്, അത് മതി. We don't want any fellowship. ഒരു കൂട്ടായ്മയുടെ ആവശ്യമില്ല. I didn't ask her because I didn't want to offend her, but I wanted to ask her in her heart, what kind of a Jesus are you serving? ആമേൻ. ഞാൻ അവർക്ക് ഇടർച്ച വരാതിരിക്കാൻ ചോദിച്ചില്ല, എന്നാൽ എന്റെ ഹൃദയത്തിൽ ചോദിച്ചു, ഏത് തരത്തിലുള്ള യേശുവായി? Let me tell you, ഞാൻ പറയട്ടെ, if you have a good relationship with Jesus, നിങ്ങൾക്ക് യേശുവുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ you will start loving your brothers. You will go out and talk to people and love them. The love of God will radiate from you. ആമേൻ, ആമേൻ. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹോദരി സ്നേഹിക്കും. സ്നേഹം മാത്രമല്ല, അതിര് കടന്ന് അവരെ സഹായിക്കാൻ നിങ്ങൾ കടന്നു പോകും. When you have a relationship with God, ദൈവവുമായി ബന്ധമുള്ളപ്പോൾ the wisdom factor in your life increases. നിങ്ങളുടെ ഹൃദയത്തിലെ നിങ്ങളുടെ ബുദ്ധിയിലെ ജ്ഞാനം വികസിക്കും. With me, people? മനസ്സിലാവുന്നുണ്ടോ? We can go on like this, but this is the only point I want to underline today. ഇന്ന് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ പോയിന്റ് ഇതാ. Grace is a continuous factor. It is a progressive thing. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. കൃപ എന്ന് പറയുന്നത് പുരോഗമനപരമായ ഒരു കാര്യമാണ്. I knew God 10 years ago. 10 വർഷം മുമ്പ് എനിക്ക് ദൈവത്തെ അറിയാം. Today I have freedom in the kingdom of God more according to the grace that is in me. ആമേൻ. ഇന്ന് 10 വർഷത്തിന് മുമ്പ് ദൈവത്തെ അറിഞ്ഞതിനേക്കാൾ ദൈവത്തെ അറിയുവാൻ കൃപ കിട്ടി. Probably I was born again 40 years ago. ഒരുപക്ഷേ 40 വർഷം മുമ്പ് ഞാൻ വീണ്ടും ജനിച്ചായിരിക്കും. Today my knowledge of God is more, my relationship with God is more according to the grace and the power that is working up in my heart. എന്നാൽ എൻ്റെ ഹൃദയത്തിലുള്ള ദൈവകൃപയും ദൈവശക്തിക്കും അനുസരിച്ച് ദൈവത്തെ കൂടുതലായിട്ട് എനിക്ക് അറിയുവാൻ കഴിയും. How many people want that grace and power? എത്ര പേർക്ക് ആ കൃപയും ശക്തിയും ആവശ്യമാണ്? Before we move into the next ministry of the word, അടുത്ത ദൈവാനുസരിച്ച് പോകുന്നതിന് മുമ്പായി let us surrender our lives right now. നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാം. Let us say, Lord, when the powerful anointed message comes, കർത്താവേ, അഭിഷേകമുള്ള ദൈവ സന്ദേശം വരുമ്പോൾ let it bring more of Christ into me. എന്നിലേക്ക് അധികം ക്രിസ്തുവിനെ പകരുവാനിടയാക്കണമേ. Whatever your level of growth right now is, ഇപ്പോൾ നിങ്ങളുടെ വളർച്ച ഏത് തലത്തിലാണെങ്കിലും Jesus is capable of filling you today. നിങ്ങളെ നിറയ്ക്കുവാൻ യേശുവിന് സാധിക്കും. Hallelujah. Amen. You may be a baby in the kingdom. ഒരുപക്ഷേ നിങ്ങൾ ശിശുവായിരിക്കാം. Maybe you're 10 years old in the kingdom. 10 വർഷം പ്രായമായിരിക്കാം. Maybe you're a minister. ഒരുപക്ഷേ ശുശ്രൂഷകനായിരിക്കാം. The word of God and the Holy Spirit is more than enough. ഓ, പരിശുദ്ധാത്മാവും ദൈവവചനവും മാത്രം മതി. Hallelujah. Amen. Close your eyes കണ്ണുകൾ അടച്ചാട്ടെ. and say, as you don't have to, you can sing with us. ഞങ്ങളോട് ചേർന്ന് പാടാൻ But as പറ്റും. we sing, പാടുമ്പോൾ God's power can come upon you. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ കടന്നു വരാം. He can encourage your hearts. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന് ബലപ്പെടുത്തും. Wherever your needs are, He will meet you there. നിങ്ങളുടെ ആവശ്യം എവിടെയാണെങ്കിലും ആ ആവശ്യത്തിൽ ദൈവം നിങ്ങളെ സന്ധിക്കും. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 യേശുവിന് ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന
ആരാധന പ്രഭുക്കേ ആരാധന 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 प्रभु की ആരാധന 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 പോലെ സ്നേഹിച്ചിടാൻ ആരുമില്ല ആർക്കുമേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ ജീവമേ പ്രേമമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ പ്രേമമേ സ്വർഗമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ ആരാധന 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 യേശുവിനാരാധന ആരാധന 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 There is no one like you, Jesus. There is no one like you, Lord. There is no one like you, Jesus. There is no one like you, Lord. You're my love, you're my life, and I give my all to you. You're my life, you're my life, and I give my all to you. We worship you, we worship you, we worship you, we worship you, Jesus. we worship you, we worship you, we worship you, we worship you, Father. we worship you, we worship you, we worship you, we worship you, Spirit, we worship you, we worship you, we worship you, we worship you. Hallelujah. Let's give a clap offering to the Lord. And thank the Lord and pray that the man of God will be anointed to share the word needed for us today. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നല്ല പകലിനായി ദൈവത്തെ I സ്തുതിക്കുന്നു. thank God for this very blessed morning. ഈ സഭ എൻ്റെ സഭയാണ്. This church is my church. എൻ്റെ സഹോദരനാണ് കർത്താവിൻ്റെ ദാസ്. This man of God is my brother. ഇവിടെ ഇരിക്കുന്നവർ എൻ്റെ സഹോദരിമാരാണ്, എൻ്റെ അമ്മമാരാണ്, എൻ്റെ കൊച്ചനുജന്മാർ. You are my sisters, my mothers, my younger brothers and sisters. ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും നുണ പറയത്തില്ല, എൻ്റെ വൈഫും ഞങ്ങളും ഒരു ദിവസം പോലും ഈ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസമില്ല. From the day we met you, there is not even one day we have not prayed. My wife is a witness. Praise the Lord. ആമേൻ. ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ അവസരം കിട്ടുമ്പോൾ ദൈവദാസൻ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ വിളിക്കാറുണ്ട്. അത് എപ്പോഴുമില്ല, വല്ലപ്പോഴും. Very rarely we talk to one another. തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. But we pray continuously. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. Your hope will not be disappointed. Amen. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും
നമ്മൾ നനയ്ക്കുന്നതിലും അത്യന്തപരമായ ഒരു അനുഗ്രഹം നമുക്ക് ദൈവം വെച്ചിട്ടുണ്ട്. A blessing has been kept for us more than we can think and ask. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തെ കുറിച്ച് ചിന്തിച്ച് നടക്കണം. Our mind must always be filled of the holiness or the promise which God has kept for us. ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ആക്സിഡന്റ് ആയി കിടക്കുന്ന വണ്ടിയുടെ കാര്യം ഓർത്തുകൊണ്ട് വണ്ടി ഓടിക്കരുത്. Never drive a car thinking of an accidental car on the road. നമ്മുടെ മുമ്പിൽ വേഗത്തിൽ 140 120 പോകുന്നവനെ കണ്ടുകൊണ്ട് വേണം ഓടിക്കാൻ. We must drive the car looking at a man driving at 140 kilometers. ആശുപത്രിയിൽ ഐസിയുവിനകത്ത് കിടക്കുന്നവനെ കണ്ടുകൊണ്ട് നമ്മൾ ആഹാരം കഴിക്കരുത്. We should never eat food thinking of the man in the ICU. ആരോഗ്യമുള്ള നല്ല റെസ്ലിംഗ് ചാമ്പ്യന്മാരെ മനസ്സിൽ ഓർത്തുകൊണ്ട് കഴിക്കണം. We must think of wrestling champions and eat food. എപ്പോഴും നമ്മുടെ മനസ്സിൽ നല്ലതേ ചിന്തിക്കാവൂ. Our mind must be full of good things. എപ്പോഴും നല്ലതേ ചിന്തിക്കാവൂ. Always good things. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു കോറസ് പറഞ്ഞു തന്നിട്ട് പോകാം. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ആരാധിക്കുമ്പോഴെല്ലാം പാടാൻ ഈ ദേവദാസന്റെ ഹിന്ദി ഇംഗ്ലീഷും തമിഴും എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തോളൂ. I'm going to tell you a song for you to sing in your kitchen or workplace. Amen. And the translations will come. എന്റെ ഡ്രമ്മിസ്റ്റ് മോൻ ഇവിടെ വന്ന ഒരു ചെറിയ ബീറ്റ് വായിക്കാം അതിന്. Hallelujah. അമേൻ. അവന്റെ പേര് വീണു, drummist. യെസ് യെസ് ഐ ലവ് യു മോനെ. ഐ ലവ് He യു. is doing a very good job. എൻ്റെ മോനും ഒരു ഡ്രമ്മറാണ്. My son in India is also a drummer. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ഈ ഇൻസ്ട്രുമെന്റ് എൻ്റെ വീട്ടിലുണ്ട്. I have this at my home. അമേൻ. നല്ലതേ നല്ലതേ വരികയുള്ളൂ. Only good will come to you. നല്ലതേ Only good. നല്ലതേ വരികയുള്ളൂ. Only good will come to you. ഇതെപ്പോഴും വേണം. നല്ലതേ Only good. നല്ലതേ നല്ലതേ വരികയുള്ളൂ. നമുക്ക് നല്ലതേ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ നല്ലതേ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ നല്ലതേ എന്ന് റിപ്പീറ്റ് ചെയ്യണം. When I say nallade, which means good, you also നിങ്ങൾ say എല്ലാവരും nallade. നല്ലതേ നല്ലതേ എന്നൊന്ന് Nallade പറയണം. means ആമേൻ. good. ഒന്നൊന്ന് പറയാം, നല്ലതേ. എല്ലാവരും നല്ലതേ. അമേൻ. അപ്പോൾ ഞാൻ പാടുന്ന ടോണി നിങ്ങൾ നല്ലതേ എന്ന് പറയും. ഇപ്പൊ ഞാൻ നല്ലതേ Nallade. നല്ലതേ നല്ലതേ വരികയുള്ളൂ. നമുക്ക് നല്ലതേ. ആ പാടിയില്ല നിങ്ങള്. നല്ലതേ Nallade. നല്ലതേ വരികയുള്ളൂ. Only good will come to us. നല്ലതേ Only good. നല്ലതേ Only good. നല്ലതേ വരികയുള്ളൂ. Only good will come to us. നല്ലതേ Allade. നല്ലതേ Only good. നല്ലതേ വരികയുള്ളൂ. Only good will come to us. യെസ് വചമനെ. നല്ലതേ Only good. നല്ലതേ Only good. നല്ലതേ വരികയുള്ളൂ. Only good will come. You're right. നമുക്ക് നല്ലതേ നല്ലതേ Only good. നല്ലതേ വരികയുള്ളൂ. Only good will come for us. ആമേൻ Amen. ആമേൻ Amen. ആമേൻ. Amen. ഹല്ലേലൂയ. ഇത് ഞാൻ വരുന്ന ദിവസം വരുമ്പോൾ ഇതിൻ്റെ സ്റ്റാൻസൊക്കെ നമുക്ക് പഠിക്കാം. എപ്പോഴും എന്ത് അടുക്കളയിലൊക്കെ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാടണം, നല്ലതേ നല്ലതേ. When you are in the kitchen, sing this. നല്ലതേ വരികയുള്ളൂ. Only good will come to me. നല്ലതേ Only good. നല്ലതേ Only good. നല്ലതേ വരികയുള്ളൂ. Only good will come to നമുക്കൊരു me. ടെലിഫോൺ വന്നു. A telephone comes. ടെലിഫോണിലൂടെ പറഞ്ഞു, We hear from the telephone. സൂസമ്മ അറിഞ്ഞായിരുന്നോ? Did you hear Susama? അയ്യോ ഇന്നടത്തൊരു പ്രശ്നം ഉണ്ടായി. There's a problem there. ഉടനെ മണിക്ക് ആ ഫോണിനകത്തോട് തിരിച്ചു പാടണം. You should sing like this. നല്ലതേ Only good. നല്ലതേ Only good. നല്ലതേ വരികയുള്ളൂ. Only good will come to you. നല്ലതേ Only good. നല്ലതേ Only good. നല്ലതേ വരികയുള്ളൂ. Only good will come to you. എന്തെല്ലാം സംഭവിച്ചാലും നല്ലതേ വരികയുള്ളൂ. Whatever happens, only good will come to you. അതല്ലാത്തൊന്നും നമുക്ക് വരികയില്ല. No bad will come to you. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. Our Jesus is with us. നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു മെസ്സേജ് We കേട്ടോണ്ടിരിക്കുകയാണ്. heard a message. താങ്ക് യു മന്നെ, താങ്ക് യു മന്നെ. Thanks. നല്ലൊരു മെസ്സേജ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. We heard a good message. അതിനെ ഉറപ്പിക്കാൻ To strengthen that, ഒരു 4 കാല് നാട്ടിയിട്ട് ഞാൻ ഇരിക്കാം. I am going to strengthen it with 4 legs. ആമേൻ ഹല്ലേലൂയ. ആ കേട്ടത് നമ്മളൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് What we heard, I am going to strengthen that. എനിക്ക് ഈ വാക്യങ്ങൾ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ പറയുന്ന വാക്യങ്ങൾ അത്യാവശ്യമായിട്ടും വചനം ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. സ്തോത്രം. Do that. അതെ. എഫേസ്യ ലേഖനം Ephesians 4-ാം അധ്യായം chapter 4, 14-15 വാക്യങ്ങൾ verses 14 and 15. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. You must listen carefully. ആ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, It says like that in the Bible. നിങ്ങൾ ഉപദേശത്തിനകത്ത് ചതിവ് സംഭവിക്കുന്നവരായി പോകരുത് എന്ന് ദൈവാത്മാവ്. You must not be the kind of people who are deceived inside the teaching. ആമേൻ ഹല്ലേലൂയ. Doctrine. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. I'm trying to bring a very important verse to you.
4-ാം അധ്യായത്തിന്റെ chapter 4 of Ephesians. 14-ാമത്തെ വാക്യം. Chapter 4, Ephesians 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലയുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. Amen. What a wonderful word. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. Very, very blessed words. ഉപദേശത്തിന്റെ ചതിയിലും ഉപായത്തിലും കുടുങ്ങിപ്പോകരുത് എന്ന അപ്പോസ്തലൻ നമുക്ക് മുന്നറിയിപ്പ് The തരികയാണ്. apostle says, do not be deceived in the cunning craftiness of doctrine. അതിന്റെ അർത്ഥം എന്താണ്? What is the meaning of that? വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. Listen to me carefully. ദൈവവചനം കൃത്യമായി പഠിച്ചില്ലെങ്കിൽ If you don't study the word of God clearly, അതിനാൽ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. there is a possibility you can be deceived by it itself. അതിന്റെ ഉപായത്തിൽ കുടുങ്ങിപ്പോകാൻ There സാധ്യതയുണ്ട്. is a possibility you can be caught in the craftiness of it. അപ്പോൾ നിങ്ങൾ ആ വിഷയത്തിൽ So in that area, ശിശുക്കളായിരിക്കാൻ പാടില്ല. you must not be babies. നിങ്ങൾ ക്രിസ്തുവിൽ വളരണം. You must grow in Christ. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. Listen to me carefully. ഈ സഭ This church, അത് കർത്താവിന്റെയാണ്. belongs to Jesus. കർത്താവ് ഈ സഭയ്ക്ക് ഒരുപാട് ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. God has given this church many gifts. അതാ ആ 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വരുമ്പോൾ If you look into Ephesians 4, 8 and 9, അവിടെ എഴുതിയിരിക്കുന്നത് it is written there, അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയി. he went up, നമ്മുടെ കർത്താവ് our Lord, നമുക്ക് ദാനങ്ങളെ നൽകി. he gave us gifts. ഏതാണ് ദാനങ്ങൾ നൽകിയത്? What are the gifts? എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് After my Jesus resurrected, സഭയ്ക്ക് ദാനങ്ങൾ നൽകി. he gave gifts to the church. അതിന്റെ ആ 4-ാം അധ്യായത്തിന്റെ In chapter 4, 11 വരുമ്പോൾ verse 11, 5 ദാനങ്ങളാണ് നൽകിയത്. 5 gifts are mentioned. ആ 5 ദാനങ്ങളെ കുറിച്ച് പറയുന്നു. Some people say 4, some people say 5. അപ്പോസ്തലന്മാർ, Apostles, ഇടയന്മാർ, shepherds, ഉപദേഷ്ടാക്കന്മാർ, teachers, പ്രവാചകന്മാർ, prophets, അപ്പോൾ തന്നെ Evangelists. പ്രവാചകന്മാർ, evangelists. അതെ, സുവിശേഷകന്മാർ. Evangelists. ഈ സഭയ്ക്ക് ദൈവം നൽകുന്ന 5 ദാനങ്ങളാണ്. How many of you remember this? 5 gifts given to the church by God. അത് കർത്താവ് നൽകിയിരിക്കുന്ന ദാനമാണ്. These are all gifts ദൈവം നൽകിയിരിക്കുന്നതാണ്. given by God. ഈ 5 കാര്യങ്ങളും കൂടെ ഒരുപോലെ ഒരാളെ കൊണ്ട് ചെയ്യിക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി. Amen. This 5 things is not for one man all the time. എന്നാൽ ഈ 5 പേരുടെയും ഉദ്ദേശം ഒന്നായിരിക്കണം. Praise the Lord. The 5 of them must have the same motive. പ്രവാചകനായിരുന്നാലും, Prophet, ഉപദേഷ്ടാവായിരുന്നാലും, doctor, teacher, അദ്ദേഹം സഭയുടെ he ഇടയനായിരുന്നാലും, may be a shepherd, അപ്പോസ്തലനായിരുന്നാലും, apostle. ശുശ്രൂഷയിൽ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും ലക്ഷ്യം ഒന്നായിരിക്കണം. Even if there are diversities in the ministry, the aim and the motivation must be one. Glory. ഇപ്പൊ ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും, You're a gynecologist, ഓർത്തോപോളജിസ്റ്റ് ആണെങ്കിലും, ortho, whatever. അല്ല ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും മേഖലയെ കുറിച്ച് കാർഡിയോളജിസ്റ്റോ ഏതെങ്കിലും മേഖല ആയിക്കോട്ടെ, Any ologist in the body, എല്ലാവരുടെ ലക്ഷ്യം രോഗിയെ സൗഖ്യമാക്കുക എന്നുള്ളതാണ്. everybody must be able to heal the patient. ഞാൻ എല്ല് സംബന്ധമായ ഡോക്ടറാണ്, അതുകൊണ്ട് ഞാൻ എല്ല് മാത്രമേ ശരിയാക്കൂ എന്ന് പറയാൻ പാടില്ല. You know, some people, as they say, I am a bone specialist, I shall look only into the bone. ഇവിടെ എല്ല് ശരിയായാലും, Even if the bone is made okay, ഞരമ്പ് ശരിയായാലും, the nerve is made okay, അസ്ഥി ശരിയായാലും, the bone is made okay, രക്തം ശരിയായാലും, blood is made okay, ലക്ഷ്യം ജീവിച്ചെഴുന്നേൽക്കുക എന്നുള്ളതാണ് the പദ്ധതി. purpose is that he is healed. അതുപോലെ ദൈവസഭ The same way the church of അത് God, ഉയരണം, it must grow, അത് വളരണം, it must grow, അവർ അനുഗ്രഹിക്കപ്പെടണം. they must be blessed. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. This is the plan of God. അതിനുവേണ്ടിയാണ് സഭയ്ക്കകത്ത് ഇതിനെല്ലാം ദൈവം That കൊണ്ടുവന്നിരിക്കുന്നത്. is why God has brought all this into the church. ഉപദേശത്തിൽ തകർന്നു പോയാൽ If you fail in the doctrine, ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്, there is a possibility to be deceived, കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, likely to be trapped, വളരാൻ ബുദ്ധിമുട്ടാകും. difficult to grow. ആമേൻ. Amen. ആഹാരം കഴിക്കുന്നുണ്ട്. You're eating food. ചില ആശുപത്രിയുടെ വെളിയിൽ ചെന്നാൽ If you look some hospitals in India outside, ചില ചിത്രങ്ങൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. you'll see some pictures on that. ആഫ്രിക്ക, എത്യോപ്യ, ടാൻസാനിയ, നൈജീരിയ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ പട്ടിണി കിടന്ന പിള്ളേരുടെ പടമാണ് ഒട്ടിച്ചിരിക്കുന്നത്. You will see a lot of children in Africa and some part of India who are living in poverty. കെമിസ്ട്രിക്കകത്തെ പിപ്പറ്റ് പോലാണ് ചില പിള്ളേരുടെ പടം ഇരിക്കുന്നത്. Some children, you know, their stomach is like the pipette which we use in chemistry lab. ഈ കൊച്ചു ആഹാരം കഴിക്കാഞ്ഞിട്ടല്ല, Not because the child does not eat ആഹാരം food. കഴിച്ചില്ലെങ്കിൽ പിന്നെ വയറെങ്ങനാണ് ചെമ്പുകലം പോയതായത്. If he does not eat food, how can the baby have a big ഈ stomach? ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും Even if he is eating food, ഇതിനകത്ത് കൊക്കോപ്പുഴു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. there is a worm inside this child അത് that is taken away. അത് പല ക്രിസ്ത്യാനികളുടെ അകത്തുണ്ട്. It is inside many Christians. അതുകൊണ്ട് പാസ്റ്റർമാർ കിടന്ന് വേർത്ത് കുളിച്ച് പ്രസംഗിച്ചാലും ആഹാരം മുഴുവൻ കൊക്കോപ്പുഴു തിന്നുന്നതുകൊണ്ട് വിശ്വാസം വളരുന്നില്ല.
Praise the Lord. അത് വെളിപ്പാടാ. സ്തോത്രം. Whatever the pastor does, there is no prayojanam because there is a ringworm inside. ആമേൻ. ആഹാരം ചെല്ലുന്നുണ്ട്, The food is going, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, very good food. ശരിക്കും വളരുകയാണെങ്കിൽ നമ്മുടെ സഭയിൽ എല്ലാവരും നല്ല സൗന്ദര്യമുള്ളവരായി വളരേണ്ടതാണ്. If they really grow, everybody in our church must be spiritually beautiful. എന്നാൽ ചിലരുടെ വയറ് മാത്രം വീർക്കുന്നു, തലയും കയ്യും കാലും ഒന്നും ശരിയാകുന്നില്ല. Praise the Lord. എന്റെ കാര്യമല്ലല്ലോ. For some people, only their stomach is growing, nothing else is growing. നമ്മുടെ രണ്ടുപേരുടെ വയറൊരുപോഴാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇത് ഷേപ്പ്ലെസ് ആയിട്ട് വളരുന്ന ഒരു കുട്ടിയുടെ പടമാണ് ഞാൻ ഈ പറയുന്നത്. What I am telling you is the growth of a child without any shape. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് What the Lord desires. ക്രിസ്തുവിൽ നമ്മൾ വളരുമ്പോൾ When we grow in Christ, സകലത്തിലും വളരണം. amen, in everything we grow. അമ്മ ഏതെങ്കിലും ഒരു സൈഡ് അല്ല വളരേണ്ടത്, Not one side, ഏതെങ്കിലും ഒരു ഭാഗമല്ല not വളരേണ്ടത്. one part. കർത്താവ് പറയുന്ന സകലത്തിലും വളരണം. In every area. ആമേൻ. ഹല്ലേലൂയ. Praise the Lord. Clap your hands and ഇന്ന് praise പകൽ God. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നിങ്ങളൊന്ന് കൈയൊക്കെ അടിക്കുമ്പോൾ പ്രസംഗിക്കുന്നവർക്ക് അതൊരു ആവേശം. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let's thank the Lord. കൈ അടിക്കണമെങ്കിൽ ആരോഗ്യം വേണം. Praise the Lord. Hallelujah. കൈ അടിക്കണമെങ്കിൽ ആരോഗ്യം വേണം. Even if you have to clap hands, you need health. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ കൈ അടിക്കുക എന്ന് പറയുന്ന ഒരു കൃപയാ. To hear the word of God, to clap hands is a grace. ആമേൻ. ഞാൻ എഴുന്നേറ്റ് ചാടുന്ന ആളാണ്. I jump. ഞാൻ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രസംഗത്തിൽ വചനം കേട്ടാൽ ഞാൻ നൃത്തം ചെയ്യും. When സ്തോത്രം. I hear the word of God, anybody, I stand to dance. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. I cannot meet എന്റെ അകത്തിരിക്കുന്ന പുഴു ആ സൈസ് പുഴുവാണ്. The worm inside me is like that. അത് കർത്താവിനെ സ്തുതിക്കുന്ന സന്തോഷിപ്പിക്കുന്നതാണ്. It is a worm that praises the Lord all the time. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ സഭ അങ്ങനെ ആയിരിക്കണം. Our church must be like that. ആത്മാവിന്റെ ശക്തിയോടായിരിക്കണം. It must be the power of God. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്നറിയാമോ? You know what the problem inside? ഒരു പുതിയ ഒരാൾ ഈ സഭ വന്നിരിക്കട്ടെ. A new person comes to the church. അവരിനി അടുത്ത ആഴ്ച മുതൽ വരാൻ തീരുമാനിച്ചാ വന്നിരിക്കുന്നത്. If they decide to come from the next week, ഒന്ന് നോക്കിയിട്ടാട്ടൊന്ന് വിചാരിച്ചു. they said, let us have a look. അപ്പൊ വന്ന് നോക്കിയപ്പം They came and looked. തൊട്ടടുത്തിരിക്കുന്ന ആള് The person next കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ സഭയിൽ വരുന്ന ആളാണ്. is in the church for 3 years. പക്ഷെ കൊക്കോപ്പുഴുവാണ് പരിപാടി. But he has a ringworm inside. പക്ഷെ കാരണം വളർച്ചയില്ല. No growth. പുള്ളി വന്നിരുന്നപ്പോൾ പോലെ ഉറക്കം തൂങ്ങാണ്. From the day he comes, he's sleeping. അപ്പൊ പുതിയതായിട്ട് വന്ന ആള് തീരുമാനിച്ചു, The new person decided, 3 കൊല്ലം കൊണ്ട് ഇയാൾക്ക് സൗഖ്യം ആകുന്നില്ലെങ്കിൽ if this man is not healed in 3 ഈ years, ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റ് ആയാൽ if I am admitted in this 3 hospital, കൊല്ലം കൊണ്ട് ഞാനും ഇങ്ങനെ ആകും. in 3 years I'll be like that. അതുകൊണ്ട് ഈ സഭയിൽ ഞാൻ ഇനി വരുന്നില്ല. So I'm not coming to this കാരണം church. ഈ സൈസ് കൊക്കോപ്പുഴ ഉള്ളിടത്ത് ഞാൻ ഇതിനാണ് വരുന്നത്. Why should I come to a place where this kind of worm എന്ന് is? നമ്മൾ മാത്രമല്ല വേറൊരാളും കൂടെ അതിനാൽ നശിക്കാൻ സാധ്യതയുണ്ട്. Not only us, another person can also be destroyed. അതുകൊണ്ട് നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് നമ്മളൊരു പ്രചോദനമായിരിക്കണം. So we must become a different worm for the person next to us. ആമേൻ. നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് നമ്മുടെ സന്തോഷമായിരിക്കണം. The person next to us must be happy. നമ്മുടെ അടുത്ത് ഇപ്പൊ ഞാൻ ജോർജ് ബ്രദറിന്റെ ആരാധന കണ്ടാൽ എനിക്കും തുള്ളണമെന്ന് തോന്നണം. സ്തോത്രം. If I see Pastor George jumping, I should also jump. ആമേൻ. ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന പോലെ ഞായറാഴ്ച വന്ന് ഇരിക്കരുത്. Praise the Lord. We should not sit inside the church as though you are in a coffin. കേരളത്തിൽ നിന്ന് ഒരു ശാന്തമായി ആരാധിക്കുന്ന ഒരാൾ അമേരിക്ക വന്നു. A person who worships very gently came to America. പക്ഷെ അയാൾ അമേരിക്ക വന്നെങ്കിലും അദ്ദേഹത്തിന് ഈ തുള്ളലും ചാട്ടവും ബഹളവും ഒന്നും ഇഷ്ടമല്ല. Even if he comes to America, he doesn't like to jump. അദ്ദേഹം ശാന്തമായി ആരാധിക്കുന്ന സഭ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വന്ന വീട്ടുകാരോട് ചോദിച്ചു. He came and asked, is there any church who worships quietly? അവർ പറഞ്ഞു ഇവിടെ കംപ്ലീറ്റ് എപ്പിസ്കോപ്പിലും പ്രൊട്ടസ്റ്റന്റും എല്ലാം ലൂതറിനും ഒക്കെ അങ്ങ് ഭയങ്കര He ആരാധനയാണ്. said, everybody here is a tremendous worship. പിന്നെ ഇവിടെ ഒരു ആംഗ്ലിക്കൻ സഭയുണ്ടെന്ന് പോയി നോക്ക്, ചിലപ്പം ഒത്താൽ ശാന്തമായിട്ട് There is ആരാധിക്കാം. an Anglican church. Probably Okay. Probably they will be quiet. പറഞ്ഞോട്ടെ. അപ്പൊ അവിടെ ചെന്നപ്പോൾ അച്ഛൻ ഇവിടെ വേണം. When he went there, അവിടെ ചെന്നപ്പോൾ ആ വീട്ടുകാരെ അവിടെ ഇറക്കി വിട്ടിട്ട് പോയി. the people dropped him and went. അദ്ദേഹം ഇറങ്ങി ചെന്നു. He went there. അകത്തോട്ട് കയറി ചെന്നു. He got inside. നോക്കിയപ്പോൾ He looked at. കുപ്പായൊക്കെ ഇട്ടിട്ടുണ്ട്. They have their robe. പക്ഷെ അച്ഛൻ നൃത്തം ചെയ്യാണ്. But the Achan is dancing. അച്ഛൻ നൃത്തം ചെയ്യാണ്. The priest is dancing. ഇത് എന്തൊരു നാടെന്ന് വിചാരിച്ചു. Oh, what a land. എല്ലായിടത്തും ഭയങ്കര ആരാധന. Everywhere you have powerful worship. പുരോഹിതനുള്ളിടത്ത് വന്നിട്ട് പുരോഹിതനും ഡാൻസ് ആണ്. When you come to a place where you have a priest, അപ്പോൾ പുള്ളി ഇങ്ങനെ അകത്തോട്ട് എത്തി നോക്കിയപ്പോൾ he looked inside. കപ്പ്യാർ ഇറങ്ങി വന്നു. The sexton came out. അദ്ദേഹം ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു. What's the problem? ഇത് എന്ത് സഭയാന്ന് ചോദിച്ചു. What kind of church is ഉടനെ this? പറഞ്ഞു ആംഗ്ലിക്ക സഭയാന്ന്. It's an Anglican church. എന്താ ഇവിടെ എല്ലാവരും തുള്ളുന്നതെന്ന് ചോദിച്ചു. Why is everybody jumping? ഉടനെ പറഞ്ഞു ആരാധനയാണ്, അഭിഷേകത്തിന്റെ ആരാധനയാണ്. This is an anointed worship. ശാന്തമായിട്ട് ആരാധിക്കുന്ന ഒരു സ്ഥലവും ഈ നാട്ടിൽ ഇല്ലെന്ന് ചോദിച്ചു. He said no place where people will worship quietly. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ശാന്തമായിട്ട് മതിയോ. He said you would just want to worship quietly. കംപ്ലീറ്റ് ശാന്തമായിട്ട് മതിയോ. Total quietness. വരാൻ പറഞ്ഞു. He said come. ഒരു വാതിൽ വഴി പോയി, He went through one അടുത്ത way. വാതിൽ വഴി പോയി, അടുത്ത വാതിൽ വഴി പോയി, അടുത്ത വാതിൽ വഴി പോയി, അങ്ങോട്ട് കയറി ആരാധിച്ചോളാൻ പറഞ്ഞു. Go inside. അത് സെമിത്തേരി ആയിരുന്നു. That is a cemetery. ജീവനുള്ളവൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും.
Those who have life, they will worship God. ജീവനുള്ളവൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും. Those who have life, they will worship. നമ്മൾ ജീവനുള്ളവരാണ്. We are people with നമ്മുടെ life. ദൈവം ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. Our God is a resurrected Jesus. Hallelujah. ജീവനുള്ള ദൈവത്തെ ജീവനോടെ ആരാധിപ്പാൻ. We must worship with His life. Hallelujah. Hallelujah. നമുക്ക് ജീവൻ തന്നവനെ, The one who gave us life. നമുക്ക് ബലം തന്നവനെ, The one who gave us strength. ആരോഗ്യം തന്നവനെ. The one who gave us strength. അനേകർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ, When many people were in the hospital, മരണമടിയാ മാറിപ്പോയപ്പോൾ, many people were dead. കണ്ണിന്റെ കൃഷ്ണമണി പോലെ He took us like His own നമ്മെ eyes. പരിപാലിച്ച ദൈവത്തെ, A God who took care of നമ്മെ us. നടത്തിയ ദൈവത്തെ, A God who took care of us. ആത്മാവിൽ ആരാധിപ്പാൻ. We must worship in truth and spirit. Hallelujah. 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 Amen. Amen. Hallelujah. 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 Amen. ഒരിക്കൽ Once നമ്മൾ ശിശുക്കളായിരുന്നു. we were children. 1 പത്രോസ് 1 Peter 2-ാം അധ്യായം chapter 2 1-ാം വാക്യം. verse 1. അന്ന് കർത്താവ് പറഞ്ഞു, That the Lord said, നിങ്ങൾ ശിശുക്കളെ പോലെ ഇരിക്കരുത്. you must not be like children. എല്ലാ നുണയും, Every lie, എല്ലാ ചതിയും, every cunningness, എല്ലാ വ്യാജഭാവവും, every false looks, ഇത് നിങ്ങളിൽ നിന്ന് പോകാൻ for this to go from your നിങ്ങൾ life. ശിശുക്കളെ പോലെ ആകണം. You must be like children, പക്ഷേ but നിങ്ങൾ വളരണം. you must grow. അതിന് മായമില്ലാത്ത, For that you must drink the milk without, മായമില്ലാത്ത പാല് കുടിക്കണം. must drink the milk. ആമേൻ. നമ്മൾ ഒരിക്കൽ ശിശുക്കളെ പോലെ ആയിരുന്നു. We were like children. പക്ഷെ നമ്മളിൽ നിന്ന് പാപങ്ങളെല്ലാം പോയി. All the sins are taken away. ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഇതിനകത്തിരിക്കുന്നവർ ആരും പാപികളല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാണ്. I believe everybody here has their name in the book of life. അങ്ങനെയുള്ളവരോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. I'm speaking to such people. അതുകൊണ്ട് Therefore, നമ്മൾ വളരണം. we have to grow. നമ്മുടെ സബ്ജക്റ്റ് അതാണ്. That's our subject. നമ്മൾ ശിശുക്കളായിരുന്നു. We were children. പക്ഷെ ജനിക്കുമ്പോഴും ശിശു, When we are born, we are children. 5 കൊല്ലം കഴിഞ്ഞിട്ട് ശിശു, After 5 years, we need people to 10 change. കൊല്ലം കഴിഞ്ഞിട്ട് ശിശു, After 10 years, somebody has to change കല്യാണം diapers. കഴിക്കുമ്പോഴും ശിശുവായിരിക്കരുത്. Even when we are married, we need somebody to അമ്മേ, change. നമ്മൾ ശിശുക്കളായിരുന്നു We were children, എന്ന് പറയുന്ന പോലെ like we say. കർത്താവിന്റെ മണവാട്ടിയാണ് നമ്മൾ. We are bride of Christ. കല്യാണം വരാൻ പോവാണ്. The wedding is coming. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. We have been betrothed to Christ, the single man, in marriage. കല്യാണ നിശ്ചയം നടക്കുമ്പോൾ നമ്മൾ ശിശുവായിരുന്നു. When the fixation came, we were children. പക്ഷെ കല്യാണത്തിനും ശിശുവാണെങ്കിൽ, But if we are babies at the time of the wedding, മണവാളൻ എന്ത് ചെയ്യും എന്നുള്ളതൊരു പ്രശ്നമാണ്. സ്തോത്രം. the bridegroom cannot marry a child. ആമേൻ. കർത്താവിന് വേണ്ടതൊരു ശിശുവിനെ അല്ല. The Lord does not want a baby. കർത്താവിന് വേണ്ടതൊരു മണവാട്ടിയാണ്, വളർച്ചയുള്ള മണവാട്ടിയാണ് വേണ്ടത്. God wants a grown bride. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ വളരെ അക്രിയമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. I'm going to bring you a very important creamy point. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. Listen to me. കർത്താവ് മായമില്ലാത്ത പാൽ നമുക്ക് തന്നു. He has given us milk without. അതാണ് ദൈവത്തിന്റെ വചനം. That is the word of God. അതാണ് ദൈവത്തിന്റെ വചനം. That's the word of God. കർത്താവ് ഈ വചനം നമുക്ക് തന്നത് God has given us this word വളരാൻ വേണ്ടി തന്നതാണ്. for us to grow. ആമേൻ. Amen. ഏതിലൊക്കെ വളരണം? You should grow in what? ഏതിലൊക്കെ വളരണം? You should grow in അത് what? ഞാൻ അവസാനമായിട്ട് പറഞ്ഞു നിർത്താം. I'm going to say that and stop. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? The problem here, ഇവിടെ മോളെ വിളിച്ചു നിർത്തി, ഹണിമോളെ വിളിച്ചു നിർത്തി പപ്പ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. you heard the things which daddy said with Maul. നമ്മൾ സ്വർഗ്ഗത്തിലെ അപ്പന്റെ മക്കളാണ്. We are children of a heavenly Father. ലോകത്തിലെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് മക്കളാണെന്നുള്ളതാണ്. The greatest privilege in this world is to be a child of God. Listen here, listen. ആമേൻ. ഞാൻ വാഷിംഗ്ടൺ DC ഇന്നലെ പോയിരുന്നു. I'd been to Washington DC yesterday. ഈ സമയത്ത് ഞങ്ങൾ വാഷിംഗ്ടൺ DC ഞങ്ങൾ വൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഞങ്ങളെല്ലാം നിൽക്കുമ്പോൾ We were all standing in front of the White House. പോലീസ് 3 റോഡുകളും ഉപരോധിച്ചു അല്പസമയത്തേക്ക്. For some time, the police closed all the roads around it. വണ്ടി എല്ലാം എടുത്ത് ക്രോസ് ആയിട്ട് ഇട്ടു, പോലീസ് വണ്ടി. They put all the police vehicles around it. ഞങ്ങളെ ആരും അങ്ങോട്ട് കടത്തിയില്ല. Nobody let us go ഞാൻ there. അമേരിക്കയിലെ മന്ത്രി പോകുന്ന ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാനാണ്. The first time in my life I saw how ministers travel ഞാൻ in the വിചാരിച്ചു US. ഒബാമ ഇപ്പൊ ഇതിലേ പോകും. I thought President Obama will go this way. ഞങ്ങളെല്ലാം കാത്തു നിന്നു. We all waited. പക്ഷെ ഒബാമയുടെ മോളാണ് പോയത്. But it is Obama's daughter who went that way. ആമേൻ. നിങ്ങൾ ചിരിച്ചു. എന്തൊരു ഭാഗ്യവതിയാണ്. അതാ ഞാൻ പറയാൻ വന്നത്. ഒരു അപ്പന്റെ മകളായതിന്റെ ഭാഗ്യമാ പറയാൻ വന്നത്. She is enjoying the privilege of a father's child. ആമേൻ. ഇവിടുത്തെ ഒരു പ്രസിഡന്റിന്റെ മകൾക്ക് അത്ര ഭാഗ്യമുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിലെ തമ്പുരാന്റെ മക്കളായ നമ്മൾ ആരാണെന്ന് ഓർത്ത് ആരാധിക്കുക. If the president's daughter has so much of privilege, how much more we, the children of God, have great privilege all over the world.
Amen. Amen. Oh, hallelujah. Praise God. ഈ ആരാധനയ്ക്കൊക്കെ വരുമ്പോൾ നമ്മുടെ മുഖത്ത് സന്തോഷം വേണമെങ്കിൽ ഈ ചിന്ത നമുക്ക് വേണം. When you come for worship, we should be happy. We should know that we are children of God. നമ്മൾ ഒരുമാതിരി ചാരായ കച്ചവടക്കാരൻ മക്കളെ പോലെ വന്ന് കുത്തിയിരിക്കില്ല. Hallelujah. ഞങ്ങൾ എങ്ങനെ കുത്താതെ? Hallelujah. മുഴുവൻ കൊള്ളുന്ന എനിക്കാ. Amen. Praise God. നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുഖവും നമ്മുടെ ഭാവവും നമ്മുടെ ആരാധന എല്ലാം നമ്മുടെ അപ്പൻ ആരാന്നുള്ള ഓർമ്മ വേണം. When we are in the presence of God, remember who our Father is. He is our Father. Amen. എന്റെ അപ്പൻ ആരാണ്? He is my Father. സർവശക്തനായ ദൈവം. He is the Almighty God. അണ്ഡകടാഹങ്ങളെ ഉണ്ടാക്കിയവൻ. The one who created the entire universe. ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ. The one who spread the skies with his hand. ഏഴു സമുദ്രത്തിന് പഞ്ചസാര മണൽ കൊണ്ട് അതിര് നിശ്ചയിച്ചവൻ. The God who made a boundary with sugar-like sand for the seas. ഇരുന്നവൻ. The one who sat, ഇരിക്കുന്നവൻ, the one who is sitting, വരുന്നവൻ, the one who is coming, Alpha, Omega, the end, ആദ്യൻ, the beginning, അന്ത്യൻ, the end, സകല രാജാക്കന്മാരുടെ രാജാവ്, the King of all kings, ഈ ഭൂമിയിലെ പൂഴിയെ നാഴി കൊണ്ട് അളന്നവൻ, the one who created the measured the sea with the sand, ആകാശത്തിലെ സകല ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും വാരി എറിഞ്ഞവൻ, the one who threw all the sun and the stars into the sky. He is my Father. He is my Father. He is my Father. Hallelujah. 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 Amen. ഇതൊരു സാധാരണ കാര്യമല്ല. It is not an ordinary thing. നമ്മൾ എവിടെ ചെന്നാലും ഏത് യൂണിവേഴ്സിറ്റി ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും ചോദിക്കുന്നത് നിന്റെ അപ്പൻ ആരാന്നാ ചോദിക്കുന്നത്. Any university you give an application, the first thing they ask is name of the father. അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. It's a very important thing. Amen. 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 നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. You must know one thing. ഈ ഭൂമിയിലെ നിയമങ്ങൾ ഇത്രയും ഭയങ്കരമാണെങ്കിൽ, if the rules in this world is so big, സ്വർഗ്ഗരാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ നിയമം എന്താ നിസ്സാരമാണെന്നാണ് think നിങ്ങൾ of the വിചാരിക്കുന്നത്. rules in the kingdom of heaven. Amen. Amen. അവിടെ മസിലുള്ളവർക്കല്ല ഒന്നാം സ്ഥാനം. They don't get, those who are muscular are not number one there. സൗന്ദര്യമുള്ളവർക്കല്ല ഒന്നാം സ്ഥാനം. Not those who are beautiful or handsome. ഡിഗ്രി ഉള്ളവർക്കല്ല ഒന്നാം Not സ്ഥാനം. those who have degree. പണമുള്ളവർക്കല്ല. Not those who are wealthy. നിങ്ങൾ ഒരു കാര്യം അറിയണം. You should know one thing. ടാറ്റ, ബിർള തുടങ്ങിയ കമ്പനിയുടെ മുതലാളിമാർക്ക് പ്രതികൂലമില്ല. People like Indian rich people in India, Tata and Birla, they don't have any problems. ലക്ഷ്മി മിത്തലിനും ബിൽ ഗേറ്റ്സിനും പ്രശ്നങ്ങളില്ല. People like Bill Gates don't have problems. കാരണം അവർക്കൊന്നും ഇല്ലാത്ത ഒന്ന് നമുക്കുണ്ട്. They don't have something which we have. എന്താണെന്നറിയാമോ? You know what it is? അതാണ് കൃപ. That is known as grace. അതാണ് കൃപ. That is grace. അതാണ് കൃപ. That is grace. അത് അപ്പൻ മക്കൾക്ക് കൊടുത്ത ദാനമാണ് കൃപ. That is the Father giving to the children a gift which is grace. ഹല്ലേലൂയ. Hallelujah. ഇനി നമ്മൾ അപ്പന്റെ മക്കളായതുകൊണ്ട് എന്താ ഗുണം ഉണ്ടായെന്ന് ഒന്നും പറഞ്ഞോട്ടെ, ഒത്തിരി പറയാൻ സമയമില്ല. Let me tell some of the details of being a son and of a father. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. John 1:12, whoever received him, he gave them the authority to become sons. നമ്മൾ അപ്പന്റെ മക്കളാണെന്നുള്ളത് നമ്മുടെ അഭിമാനമാണ്. We are proud to know that we are the sons of the അത് Father. നമ്മുടെ അന്തസ്സാണ്. It is our privilege. അപ്പോൾ അത് ഒരു അധികാരമാണ്. It is also an authority, exousia. ഞാൻ അതും പറയാതെ ഒരു അല്പം കൂടെ ഡെവലപ്പ് ചെയ്ത് ഒരു ചിന്ത സഭയോട് പറഞ്ഞിട്ടിരിക്കാനാണ്. I'm going to tell that, and one more thing I want to develop and sit down. Romans chapter 8 verse 14 and 15. റോമർ 8:14-15. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് നൽകി. ആത്മാവിനെ നമുക്ക് നൽകി. So that we may call him Abba Father, he has given us the spirit of sonship. ഇത് പാസ്റ്റർ അല്ല പറയേണ്ടത്. It's not the pastor who should say it. ആത്മാവ് താനും ആത്മാവിനോട് സാക്ഷ്യം പറയണം. The spirit must testify to the spirit that we are sons of God. നിങ്ങളുടെ ആത്മാവ്, നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയണം ഞാൻ അപ്പന്റെ മോനാണ്. Our conscience must tell that we are sons of God. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഇത് പ്രസംഗം ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. When I preach this, I say, ജനിച്ചു കഴിഞ്ഞ ആദ്യമായിട്ട് പറഞ്ഞത് അമ്മ എന്നാണോ അപ്പ എന്നാണോ പറഞ്ഞത്? as soon as you're born in the natural realm, what do you say? Papa or mama? അമ്മ or അപ്പ. അബ്ബ. Amma or Abba? What do you say? ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയോ അബ്ബാന്ന. കാരണം രണ്ട് ലിപ്സ് ഒരുമിച്ച് കൂടിയിട്ട് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന അക്ഷരമാണ് ബാ.
Yeah, when Joshua was born, he did not say Ma, he said Abba. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് വിളിച്ചത് അബ്ബാന്നാ. So we actually call Abba. അത് സ്വർഗ്ഗത്തിലെ അപ്പനെയാ. ഇന്നത്തെ പെണ്ണുങ്ങൾ ഇറക്കി വിടും. That is our heavenly Father. ഹല്ലേലൂയ. Hallelujah. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. God has given us the Holy Spirit to God, Abba, Father. ഇവിടെയാണ് വിഷയം. മക്കളെങ്കിലോ If we are children, അവകാശികളുമാകുന്നു. then we are also joined heirs. നമ്മൾ അഭിമാനികളാണ്. We are privileged. നമ്മൾ അധികാരികളാണ്. We are authoritative. നമ്മൾ അഭിമാനമുള്ളവരാണ്. We have privilege. എല്ലാം ശരിയാണ്. All these things are true. എനിക്ക് അതിനേക്കാൾ പറയേണ്ടത് But more than that, നമ്മൾ അവകാശികളാണ്. we are heirs. HEIRS, heirs. സകല അനുഗ്രഹങ്ങളുടെ അവകാശികളാണ്. We are heirs for every blessing. എൻ്റെ അപ്പന്റെ സ്വത്ത്. My father's wealth. ആമേൻ. അത് ഭയങ്കരമാണ്. That is amazing. അത് Proverbs chapter 18:17 പറയുന്നു. 8:17 പറയുന്നത് Proverbs 18:17 എന്നെ says, സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. those who love me, I love. എൻ്റെ പക്കൽ With me, ധനവും there is wealth, മാനവും there is honor, പുരാതന സമ്പത്തുമുണ്ട്. and there is ancient wealth. എൻ്റെ പക്കൽ With me, വസ്തുവകകളുണ്ട്. I also have things, materials. എല്ലാവർക്കും കൊടുക്കത്തില്ല. He won't give it to everybody. എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കും. He gives to my children. ആമേൻ. ആമേൻ. Hallelujah. ആമേൻ. Amen. ഞാൻ ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് പപ്പായെ എനിക്ക് പപ്പ എന്ന് വിളിക്കുന്നതിന് ഒരു തെറ്റുമില്ല. ഒരു കുഴപ്പമില്ല. പപ്പ എന്ന് വിളിക്കാം. I call Chen Papa. എത്ര പ്രാവശ്യം വേണേലും വിളിക്കാം. I can call him many times. കാല് വീണ് വേണേലും വിളിക്കാം. I can call him, I can hold his legs പക്ഷെ and call him. പറമ്പ് വീതം വെക്കുമ്പം But when he distributes the land, പറയും he'll say, നീ ഒറിജിനൽ അല്ലെന്ന് പറയും. he may tell me, you are not my original son. എനിക്ക് നിന്നെ മോനെ പോലെ സ്നേഹമാണ്. I love you like my son, പക്ഷെ മോനല്ല. but you are not my son. പക്ഷെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. Not all those who call me Lord, Lord. പക്ഷെ ഒറിജിനൽ മകൻ, The original child, അവനാണ് son. അവകാശി. He is the heir. അവനാണ് അവകാശി. He is the heir. സകല അനുഗ്രഹങ്ങളും നമുക്കുള്ളതാണ്. Every blessing is for the original son, us. ഇനി ഏറ്റവും വലിയ പ്രത്യേകത, The greatest particularity. ഇവിടെയാണ് ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ എന്നെ ടച്ച് ചെയ്ത ഭാഗം. This is where I was touched when you heard the first message. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴേ When we were born again, നിവൃത്തിയായി എന്ന് ക്രൂശിൽ വെച്ച് യേശു പറഞ്ഞപ്പോൾ yes, when Jesus said it is done, കംപ്ലീറ്റ് നമ്മുടെ പേരിൽ എഴുതി. everything was written down. തെളിവ്, Here is മുമ്പേ അവന്റെ evidence. രാജ്യവും നീതി അന്വേഷിപ്പീൻ. Seek first the kingdom of God. അതോടുകൂടി With that, സകലവും everything, നൽകപ്പെട്ടിരിക്കുന്നു. it has already been given. നൽകാമെന്നല്ല, Not he will give. നീ നിനക്ക് നോക്കട്ടെ എന്നല്ല, He didn't say I will try. നൽകപ്പെട്ടിരിക്കുന്നു. It shall be, it is given to you. എല്ലാം നൽകപ്പെട്ടിരിക്കുന്നു. Everything has been അപ്പൊ given. തമ്പുരാൻ നമുക്ക് വേണ്ടി എല്ലാം എഴുതി വെച്ചു കഴിഞ്ഞു. He has already written the will for us. It is done. അത് വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തിട്ട് പറ, സ്വർഗ്ഗത്തിലെ അപ്പന്റെ അനുഗ്രഹം എല്ലാം എന്റെയാന്ന് പറഞ്ഞാട്ടെ. Turn to somebody next to you and All say, heirs every of Father, blessing that's is for me. mine from my heavenly All Father. heirs of Father, that's for me. എല്ലാ അവകാശങ്ങളും എനിക്കുള്ളതാണ്. തമ്മിലൊന്ന് പറഞ്ഞാട്ടെ. അവകാശങ്ങളെല്ലാം എനിക്കുള്ളതാണ്. All the right is for me. ആമേൻ. പക്ഷെ പ്രശ്നം അവിടെ അല്ല. The problem is not there. പ്രായപൂർത്തിയാകാതെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. That is exactly true. Unless you become mature, we cannot handle the riches of grace. That's Galatians 4:1. ഗലാത്യർ 4:1 നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന് വായിച്ചു കേൾപ്പിച്ചു. ഗലാത്യർ 4:1. ആമേൻ. Whoever gets it, read it first. ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ടെ. അവകാശി, അതാണ് നമ്മുടെ പേര്. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒത്തിരി പേരുകളുണ്ട് അപ്പൻ്റെ മക്കളായതുകൊണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ എടുക്കുകയാണ് അവകാശി. We are heirs. അവകാശി, യെസ്. ശിശു ആയിരിക്കുന്നിടത്തോളം കാലം, As long as you are a baby, ആ വീട്ടിലെ വേലക്കാരനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവൻ അല്ല. he has nothing more than the servant of the house. ഇവിടുത്തെ പ്രശ്നം, The problem, ഇവന്റെ പേരിലാണ് എല്ലാം എഴുതിയിരിക്കുന്നത്. everything is written in his name. പക്ഷെ ഇവൻ ഇപ്പോഴും ശിശുവാണ്. He's still a baby. അതുകൊണ്ട് അവൻ പറയുന്നത് നിപ്പിളും കുപ്പിയും പാലും മതി എന്നാണ് അവൻ He പറയുന്നത്. says, I just need the little baby milk bottle. ആമേൻ. അത് ഇവിടുത്തെ പ്രശ്നം അതാണ്. The problem here, ഇവിടെ ഇപ്പം മുതലാളി യജമാനുമായി, യജമാനൻ ദാസനായി കഴിഞ്ഞു. what happens is the servant has become the master has become the servant. യെസ്. ഇവിടെ വേലക്കാരൻ യജമാനനെ പീഡിപ്പിക്കുകയാണ്. The servant is persecuting the son. അപ്പൻ ദൂരെ പോയി. The father has gone away. അപ്പോൾ മകൻ The son, മേശപ്പുറത്തിരുന്ന on the table there was something. ഒരു ഗോൾഡൻ ഫിഷിനെ ഇട്ട് വെച്ചിരുന്ന ഒരു ചെറിയ പാത്രം, ഗ്ലാസ് പൊട്ടിച്ചു.
Oh, he broke a beautiful vessel in which was a golden fish. അത് ആ ഗോൾഡൻ ഫിഷ് ചത്തുപോയി. The golden fish died. അപ്പോഴ് അപ്പൻ ദൂരെ പോയിരിക്കുകയാണ്. Father has gone away. അപ്പൊ വേലക്കാരൻ The servant, ആ വീട്ടിലെ മോനോട്, he told the servant, son in 10 the വയസ്സുള്ള house, മോനോട് പറഞ്ഞു, he told a 10-year-old son, അപ്പൻ വരുമ്പോ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കും, when the father comes, I will tell him. ഞാനിത് പറഞ്ഞു കൊടുക്കും. I will tell this. അവൻ പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു. He said, please don't tell. അപ്പൻ എന്നെ അടിക്കും. The father will beat me. ഇങ്ങനെയാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. This is what many people still ഇവിടെ think. ദേവദാസ കാറിന്റെ കാര്യം പറഞ്ഞു, ഞാൻ ഗോൾഡൻ ഫിഷ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. Here, you heard the man of God talking about the car. അപ്പോൾ പറഞ്ഞു, And then he said, നീ ഒരു കാര്യം ചെയ്യ്, you do one thing. അരി ആട്ടാൻ പറഞ്ഞു. The servant said, go and do some work. അപ്പം മുതലാളി അരി ആട്ടുകയാണ്. So the man of the house is now doing this. വേലക്കാരൻ ഇങ്ങനെ അന്തസ്സായിട്ട് നടക്കും. And the servant is walking like ഇതാണ് that. ഇപ്പോൾ ലോകത്തിൽ This നടന്നുകൊണ്ടിരിക്കുന്നത്. is what is happening in the world today. സ്വർഗത്തിലെ അപ്പന്റെ മക്കളല്ല ഇപ്പൊ അരി ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. All the sons of the house are doing, it means they are under a situation of the law. അവകാശി അരി ആട്ടുന്നു, The one who is an heir is living under the law. ഇവിടെ അന്ധകാര ശക്തി കിടന്ന് കളിക്കുക. Amen. The territorial darkness is working. ഇവൻ ക്ഷീണിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് When he is tired, അവൻ പറയും, മതി എനിക്ക് വയ്യ. he said, I am fed up. ഉടനെ യജമാനൻ പറയും ഗോൾഡൻ ഫിഷ്. Dooda gato. ഉടനെ പറയും ഗോൾഡൻ ഫിഷ്. The devil reminds you of your drawbacks. Yes. Tells you, do this, do this, do this. Otherwise, we'll tell the father, he will kill you. Yes. ഇത് പറഞ്ഞു ഭയപ്പെടുത്തുകയാണ്. He is terrorizing, telling about your അവന് past. ഉപവസിക്കാൻ പറ്റുന്നില്ല, He cannot fast. അവന് പ്രാർത്ഥിക്കാൻ He പറ്റുന്നില്ല, cannot pray. അവന് കൈയടിക്കാൻ He പറ്റുന്നില്ല. cannot clap hands. കുറ്റബോധം അവന്റെ ഹൃദയത്തെ ആഴ്ന്നിറങ്ങിയിരിക്കുക. ഇത് സഭയ്ക്കുള്ള ദൂത. ഓ ഡബാസിയ. Conscience is defiled. And the guilty conscience keeps on bothering the people of God. Not needed. ഒരു ദൂത് പറയാനുണ്ട്. I have a word for the church. നിന്റെ അപ്പൻ ഈ ഗോൾഡൻ ഫിഷ് വിഷയമല്ല. Your father doesn't care for the golden fish. അവന് ഗോൾഡൻ ഫിഷ് വിഷയമല്ല. He doesn't care for the അവൻ golden നിന്നോട് ക്ഷമിച്ചു കഴിഞ്ഞു. He has already അവൻ ക്ഷമിച്ചു കഴിഞ്ഞു. He has forgiven. അവൻ കാൽവറിയിൽ ക്ഷമിച്ചു കഴിഞ്ഞു. On the cross he has forgiven. എല്ലാ പാപവും പോയി. He has forgiven. ഇനി നീ ഭാരപ്പെടണ്ട. Don't be burdened. നീ ഭാരപ്പെടണ്ട. Don't be burdened. അവൻ നിന്റെ പാപങ്ങളെ ക്ഷമിച്ചു കഴിഞ്ഞു. He has forgiven all your sins. രക്താംബരം പോലെ നിന്റെ കഠിനമായ പാപങ്ങളെയും അവൻ ക്ഷമിച്ചു കഴിഞ്ഞു. He has forgiven all your sins. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇനി അവൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. And this is the only thing he says. നിന്റെ അവകാശം പ്രാപിക്കാൻ നീ വളരണം. Grow so that you can be a partaker of your inheritance. ഇത് മനസ്സിലായി. Did you understand this? Don't go away from this. നിന്റെ പാപമേറ്റ് പറയാനല്ല പറഞ്ഞത്. Don't keep on talking about your sin. നീ പാപിയാന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലാനല്ല പറഞ്ഞത്. Don't go to the father saying I'm a sinner. അവകാശം മേടിക്കാൻ ചെല്ലാനാ പറഞ്ഞത്. Go and take your inheritance. That is grace. ഇതാ കൃപ. That is grace. അതാ കൃപ. That is grace. എന്താ നിങ്ങൾ വിചാരിച്ചേ? What did you think? എന്റെ സ്വർഗ്ഗത്തിലെ അപ്പന്റെ മക്കളായിരിക്കുന്ന നമ്മള് ദാരിദ്ര്യവാസികളായിട്ട് ജീവിക്കാനാണോ ദൈവം വിളിച്ചേ? Do you think we the children of our heavenly father should live a poverty life of poverty? No. ജീവിതകാലം മുഴുവൻ കണ്ടവരുടെ മുറ്റത്ത് പോയി എനിക്ക് അരി വേണം എന്ന് പറയാനാണോ ദൈവം നിന്നെ വിളിച്ചേ? Would you like to go to other people and beg for money when you are the children of the heavenly father? ഒരിക്കലുമല്ല. Never. നീ സ്വർഗ്ഗത്തിലെ അപ്പന്റെ അവകാശിയാ. You are inheritors of your heavenly father. സന്തോഷമുള്ള എത്ര പേരുണ്ട്? How many people are happy? സന്തോഷമുള്ള എത്ര പേരുണ്ട്? How many people are happy? ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. I'm going to bring a small thought. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 23-24 എടുത്ത മോനെ. Galatians 3:23 and 24. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. Very, very important Yes. part. 23-24. Verse 23 and 24. എടുത്തു. യെസ്. നമ്മളെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടച്ച് We were kept under the law. അതാണ് ആ വീട്ടിലെ വേലക്കാരൻ ഞാൻ പറഞ്ഞത്. ഇതിവിടെ പരിചയമുള്ള എത്ര പേരുണ്ട്? How many people know this? അതാണ് വേലക്കാരൻ എന്ന് പറഞ്ഞത്. That's the law. എന്നാൽ വായിച്ചോ, അടുത്ത പണി 24 എടുത്തു. 24. ആരായിരുന്നു? School master. ആരായിരുന്നു? ശിശുപാലകൻ എന്ന് മലയാളത്തിലുണ്ട്. ഞാൻ പറഞ്ഞ ഡേ കെയർ ടീച്ചർ.
He was a schoolmaster or a daycare ഡേ teacher. കെയർ ടീച്ചർ. അവരാണ് അമേൻ. ഇവരുടെ അടുത്ത് നമ്മളായിരുന്ന സമയത്ത് നമുക്ക് പാലുണ്ടായിരുന്നു, നിപ്പിളുപ്പി ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെയുള്ള അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമുള്ളതെല്ലാം ഉണ്ടായിരുന്നു. When you are under a daycare, you have all the things required to build up a child. Yes. എന്നാൽ അടുത്തത് But the next thing, വിശ്വാസം വന്നപ്പോൾ, when faith came, യെസ് 25 വാക്യം അത് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നമ്മുടെ എല്ലാം വീട്ടിനകത്ത് DTP എടുത്ത് ഒട്ടിച്ചു വെക്കണമെന്ന് ഞാൻ പറയുന്നത്. വിശ്വാസം വന്നപ്പോൾ നമ്മൾ ഇപ്പോൾ വേലക്കാരൻ്റെ കീഴിൽ അല്ല. we are not under the daycare teacher anymore because faith has come. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഡേ കെയർ ടീച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് Who മനസ്സിലാവും. is a daycare teacher? മോനെ വാഷ്റൂമിൽ പോയിട്ട് വാ, Go to the washroom and come. തിരിച്ചു വാ, Come back. നീ പേപ്പർ യൂസ് ചെയ്തോ, Did you use the right paper? പാല് കുടിച്ചോ, Did you drink the milk? കിടക്ക്, Lie down. പാട്ട് പാടിത്തരാം. പാട്ടുപാടി ഉറക്കാൻ ഞാൻ. I'll make you to sleep. എല്ലാ ഞായറാഴ്ചയും നിന്നെ ഇങ്ങനെ പാട്ടുപാടി ഉറക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഒന്നുകൂടെ പറഞ്ഞേ. എല്ലാ ഞായറാഴ്ചയും പാട്ടുപാടി ഉണർത്തുകയും ഉറക്കുകയും ചെയ്യുന്നതല്ല ക്രിസ്തീയ ജീവിതം. ആമേൻ. It is not making you to do something Sunday after Sunday. That is babyshness. ആമേൻ. Amen. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ വെള്ളം തെളിച്ച് വെച്ചിരിക്കുന്ന വിറക് ഞായറാഴ്ച 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ കത്താൻ? How can you burn a wood that is broken down or watered from Monday till Friday? ആമേൻ. So തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സൂര്യപ്രകാശം, നീതി സൂര്യന്റെ പ്രകാശത്തിൽ ഉണങ്ങിയ വിറക് വേണം ഞായറാഴ്ച കത്തിക്കാൻ കൊണ്ടുവരാൻ. സ്തോത്രം. Monday to Saturday, the wood must be burned under the sun of righteousness. On Sunday, there is celebration. പിന്നെ അവിടെ ഒരുപാട് തീയിടുന്ന ആവശ്യമില്ല. You don't need much fire. പിന്നെ അങ്ങോട്ട് തോട്ടാ കത്തുകല്ലേ. You just come, there'll be fire. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ഞായറാഴ്ചകൾ അങ്ങനെയാ. എവിടെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. Hallelujah. Our Sundays. കർത്താവ് അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. Amen. Amen. അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. Our church will be like that. അങ്ങനെയാണ്. Our church is like that. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആകും. When you say that, we will be. അങ്ങനെ 100 പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ അങ്ങനെ ആകും. When you confess it 100 times, more, less we'll be. ഞാനൊരു തീയാണ്. I am a fire. ഞാനൊരു തീയാണ്. I am a fire. എന്ന് 1000 പ്രാവശ്യം പറ, ഞാനൊരു തീയായി മാറും. You will become a fire if you say that. If you are a fire. ഹല്ലേലൂയ. Hallelujah. നമുക്ക് അടുത്തേക്ക് പോയി എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. Let's go to Hebrews 5:11. ആമേൻ. Amen. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. Hebrews 5:11. വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ ബാക്കിഭാഗം അവിടെയാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. We see the rest of it there. ഇപ്പോൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. We have much to say about what we are preaching. അടുത്ത വാക്യം. എല്ലാവർക്കും സമയം ഒരുപാട് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു അടപ്രദം പരുവത്തിൽ കാച്ചി കുറുക്കി പറയാം. Because everybody does not have time, we'll make it short, Yes. giving you a sweet milk. എന്താ പറയാനുള്ളത്? What have we said? അടുത്ത വാക്യം. അതായത് കാലം എന്ന് പറഞ്ഞാൽ കാട് പൂരിപ്പിച്ച് കൈപൊക്കി കൺവെൻഷനിൽ വെച്ച് കർത്താവെ ഞാൻ നിനക്ക് വേണ്ടിയാന്ന് പറഞ്ഞ കാലം നോക്കിയാൽ From the time you were born again, ഇപ്പൊ സെൻട്രലിന്റെ ചുമതലയും സംസ്ഥാനത്തിന്റെ ചുമതലയൊക്കെ വഹിക്കേണ്ട ലെവലിലാകേണ്ടവരാണ് എന്നാണ് പറഞ്ഞതിന്റെ you അർത്ഥം. must be a very, very anointed, powerful people by now. ആമേൻ. അടുത്ത വാക്യം. അടുത്ത വാക്യത്തിലേക്ക് വന്നാട്ടെ. പുട്ട് അതിന് ഒന്ന് പുട്ട് വേണ്ട, They don't want ദോശ വേണ്ട, they don't want dosha, ഫ്രൈഡ് റൈസ് വേണ്ട, they don't want fried rice, KFC വേണ്ട, they don't want KFC, പാല് മതി. they only milk. എപ്പോഴും ചോദിക്കുന്ന പാല് മതി എന്നാ All പറയുന്നത്. the time they need milk. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. That's what is written here. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. Something very important. ആമേൻ. Amen. നമുക്ക് പിതാവിന്റെ അവകാശം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വളരണം. We have to grow in Christ to become inheritors of God. ക്രിസ്തുവിൽ നമ്മൾ വളരണം. We must grow in Christ. അങ്ങനെ ക്രിസ്തുവിൽ വളരുവാൻ We grow in Christ. അവിടെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. That is where we come അവന്റെ back. വ്യാപാര ശക്തിയാൽ അല്ല വളരാൻ പറ്റുകയില്ല. According to the power we can grow, otherwise we cannot grow. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ക്രിസ്തുവിൽ വളരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കൊണ്ട് നട്ട തോട്ടമാണ് ദൈവത്തിന്റെ സഭ. God has made his church to be the garden where we have to grow. ഹല്ലേലൂയ. സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരുവാൻ ക്രിസ്തു നമ്മെ നട്ടിരിക്കുന്ന തോട്ടം.
church is the garden where we have been planted for growth in Christ. 80-ാം സങ്കീർത്തനം 9-ാം വാക്യം. Psalms 80 verse 9. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, It's written like അവൻ this. മിസ്രൈമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. He has brought a vine from Mizraim, Egypt. ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. He removed the Gentiles and planted it there. നീ അതിന് തടമെടുത്തു. Oh, you made a hedge around it. അത് വേരൂന്നി. Its root went down. അത് ദേശത്ത് പടർന്നു. It began to spread. അത് സഭയെക്കുറിച്ചാ. ദൈവസഭ, ദൈവസഭ, As a church. ദൈവസഭ As a church. വളരണം, It must grow. വളരണം, It must grow. എന്നാൽ പടരണം. And then it will spread. തമ്പുരാൻ പറയാണ്, The Lord is saying സഭ പടരാൻ പോകുക. the church is going to grow. ഫിലദൽഫിയയിൽ പടരാൻ പോകുക. In Philadelphia is going to grow. ഫിലദൽഫിയയുടെ പല പാർട്ടുകളിലേക്ക് പടരാൻ In പോകുക. different parts of Philadelphia will grow. ലോക രാജ്യങ്ങളിലുള്ള അനേക ഭാഷക്കാർ ഒരുമിച്ച് കൂടുന്ന ഒരു മുന്തിരിത്തോട്ടമായി എന്റെ തമ്പുരാൻ ഇതിനെ മാറ്റാൻ പോകുക. This is a church where the Lord is going to bring people of many nations. They can grow together. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പല സൈസ് മുന്തിരിയുണ്ട്, Many types of wine is there. പല സൈസ് മുന്തിരിയുണ്ട്. Many types of wine. എന്റെ തമ്പുരാൻ അതെല്ലാം കൊണ്ടുവരാൻ പോകുക. My God is going to bring all that. അതിനകത്ത് പച്ച നിറമുള്ളതുണ്ട്, Green color, അതിനകത്ത് കറുത്ത നിറമുള്ളതുണ്ട്, black color, സീഡ്ലെസ് ഉണ്ട്, without seed, പുളിയുള്ളതുണ്ട്, the one that is sour, മധുരമുള്ളതുണ്ട്. sweet. എന്നാൽ എല്ലാത്തിന്റെയും പ്രത്യേകത The particularity of അത് all, ശരീരത്തെ it സന്തോഷിപ്പിക്കുന്നതാണ്. keeps the body അത് happy. ക്രിസ്തുവാകുന്ന സഭയാം ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന മുന്തിരിവള്ളികൾ it is a സഭയ്ക്കകത്ത് വരട്ടെ. Let such people come into the church. Oh. Hallelujah. Oh. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്റെ തമ്പുരാൻ തോട്ടത്തെ ഉയർത്താൻ പോകുക. My God is going to lift this garden. തോട്ടത്തെ മാനിക്കാൻ പോകുക. He's going to honor the garden. വളരാൻ പോകുകയാണ്. He's going to grow. എങ്ങനെ വളരണം? How to grow? 1-2 വാക്കുകൾ പറഞ്ഞിട്ട് നാം പ്രാർത്ഥിച്ചിട്ട് ലാസ്റ്റ് ഭാഗത്തേക്ക് കടക്കുകയാണ് ദേവദാസൻ. 1 or 2 verses I'm going to pray and then we'll close. നമ്പർ 1, ഒന്ന്, സ്നേഹത്തിൽ വളരണം. we must grow in love. സ്നേഹത്തിൽ വളരണം. Grow in love. അതായത് നമ്മുടെ ഹൃദയം Our heart, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയണം. it should be filled with the love of Christ, മാനുഷിക സ്നേഹത്താലല്ല. not by human love. എന്താണ് മാനുഷിക സ്നേഹം? What is human love? ഷിജു പാസ്റ്റർ എന്നെ വിളിച്ച് ഒരു നേരം ആഹാരം തന്നു. Shiju pastor called me and gave me food. അതുകൊണ്ട് ഞാനും തീരുമാനിച്ചു അദ്ദേഹത്തെയും കുടുംബത്തെയും വിളിച്ച് കേരളത്തിൽ വരുമ്പോൾ ഒരു നേരം ഞാനും ആഹാരം കൊടുക്കും. So I thought when he comes to Kerala, I'll also give him food. എനിക്ക് അത് മാനുഷിക സ്നേഹമാണ്. That is human love. നിന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിച്ചാൽ, If you love only those whom you love, അത് മാനുഷിക സ്നേഹമാണ്. രാവിലെ ബൈബിൾ സ്റ്റഡിയിൽ ഇത് പറഞ്ഞായിരുന്നു. ആമേൻ. That is human love. ആ സ്നേഹം നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. There is plenty of it in our midst. ആമേൻ. പിന്നെ ദോഷം ചെയ്യുന്നതും അങ്ങനെയുള്ളതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. സഭയിൽ അത് പറയേണ്ട ആവശ്യമില്ല. Not to say in this church, let's forget. നിങ്ങളെ സ്നേഹിക്കുന്നവരെ, ഉദാഹരണത്തിന് ഒരാൾ പറയാണ്, എനിക്ക് കൈ തന്നില്ല അതുകൊണ്ട് ഞാനും കൈ കൊടുത്തില്ല. Nobody gave me a hand of welcome. I also will not give a hand. ദൈവദാസൻ അങ്ങോട്ടും തിരിഞ്ഞു നിന്ന് ഞാൻ ചെയ്യുന്നത്, ഫസ്റ്റ് This is what I do practically. Pastor, കൈ തന്നിട്ട് സ്തോത്രം. ആമേൻ. അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നിന്നാലും വിളിച്ച് സ്തോത്രം കൊടുക്കുന്നതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. even if somebody hates you, Amen. go back and love them. എനിക്ക് തരുമ്പോൾ മാത്രം ഞാൻ തിരിച്ചു കൊടുക്കുന്നത് വെറും സാധാരണ മനുഷ്യ സ്നേഹമാണ്. When I love only when I am loved, that is human love. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. നമ്മെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അതിന്റെ അളവനുസരിച്ച് സ്നേഹിക്കുന്നതല്ല, നമ്മിൽ ദൈവം പകർന്ന അളവനുസരിച്ച് കൊടുക്കുന്നതാണ് യഥാർത്ഥ ദൈവസ്നേഹം. The love of God is not according to the other person, it is according to the measure of love God has put in my heart. ഇതിൽ നിന്നല്ലാതെ ഒന്നും വളരുകയില്ല. Without this, it is difficult to grow. പരിശുദ്ധാത്മാവിന്റെ ഫലം, the fruit of the Holy Ghost, ഗലേഷ്യൻസ് 5:19 പറഞ്ഞപ്പോൾ, Galatians 5:19 is mentioned. പറഞ്ഞപ്പോൾ When it says, 9 ഫലങ്ങൾ പറഞ്ഞു. it talks about 9 fruit. 9 ഒരേ വിലയാ. All the 9 has the same value. ഒരേ വിലയാ. Same value. പക്ഷെ എങ്കിലും But ഒന്നാമത് സ്നേഹമാണ് പറഞ്ഞത്. number 1, love. ഒന്നാമത് സ്നേഹമാണ് The പറഞ്ഞത്. first is love. പിന്നെ കൊരിന്ത്യർ ലേഖനം വന്നപ്പോൾ Came to Corinthians, വിശ്വാസം, a faith, പ്രത്യാശ, a hope, സ്നേഹം, love. ഇതിന് 3 ഒരേ വിലയാണ്. Same value. എല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത, Nothing is, എങ്കിൽ inseparable. ഇവയിൽ വലിയതോ But big in this, സ്നേഹമാണെന്ന് it പറഞ്ഞു. is love. കർത്താവിന് ലോകത്തിൽ ഒരു പേര് വേണം ദൈവത്തിന്. The Lord has need a big name. പ്രത്യാശ എന്ന് പേരിടായിരുന്നു. He could have called it hope. അതുപോലെ സർവശക്തൻ, അങ്ങനെയൊക്കെ ഉള്ള പേരിടായിരുന്നു. He could have called it almighty. പക്ഷെ കർത്താവ് പേരിട്ടപ്പം, But when the Lord called a name, ഗോഡ് ഈസ് ലവ് എന്നായിട്ട്, he said God is love. ദൈവത്തിന്റെ പേരാണ് സ്നേഹം.
God's name is love. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ ഒരു ഭാഷ വേണമായിരുന്നു. God needed a language to speak to us. ഹിന്ദിയോ ഇംഗ്ലീഷോ ചൈനീസോ വേണം He എടുക്കായിരുന്നു. could have spoken in Chinese, Hindi, English, whatever. പക്ഷെ കർത്താവ് ഒരു ഭാഷ എടുത്തില്ല. He did not take any language. ദൈവത്തിന്റെ ഭാഷ സ്നേഹമാണ്. His language is love. ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഏറ്റവും വലുത് The സ്നേഹമാണ്. greatest in his character is love. ദൈവം മനുഷ്യന് കൊടുക്കുന്നത് ഏറ്റവും വലുത് സ്നേഹമാണ്. God gives people love. That is the greatest. അതുകൊണ്ട് വളരുന്ന ദൈവ പൈതലിന്റെ ഒന്നാമത്തെ പ്രത്യേകത അവൻ സ്നേഹത്തിൽ വളരണം. If you are growing, he grows in love. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഒരു രാജാവ് A king, രണ്ട് പേരെ വിളിച്ചിട്ട് he called two people. 100 സ്വർണ്ണ നാണയം വീതം കൊടുത്തു. He gave them 100 coins of gold each. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിലേക്ക് പോകണം. He said, go to the town. നിങ്ങളെ കണ്ട് ചിരിക്കുന്നവർക്കെല്ലാം ഓരോന്ന് കൊടുക്കാൻ പറഞ്ഞു. Whoever smiles at you, give them 1 coin each. ചിരിക്കുന്നവനെ കൊടുക്കാവൂ. But give only to those who smile. ചിരിക്കാത്തവന് കൊടുക്കരുത്. Never give to anybody who doesn't smile. കൊടുത്തിട്ട് ആദ്യം തീർത്തു വരുന്നവന് 1000 സ്വർണ്ണ നാണയം ഫ്രീ. Whoever completes his bag of 100 gold coins, I will give them 100 gold coins free. രണ്ടുപേരും വന്നു. 2 people came. ഒരാൾ നേരത്തെ വന്ന, ഒരാൾ താമസം വന്ന. പക്ഷേ രണ്ടുപേരും ഒരുമിച്ചാണ് രാജാവിന്റെ അടുത്ത് They വന്നത്. both came to the king together. രാജാവ് ചോദിച്ചു, രണ്ടുപേരും കൊടുത്തോ? The king said, did you finish? അതിൽ ഒരാൾ പറഞ്ഞു, One person said, ഞാൻ 11 മണിക്കേ കൊടുത്തു തീർത്തു. I finished everything at the time of 11 o'clock. ഇവിടെ മറ്റൊരു ചെന്നിയോ? The other person, ഒരെണ്ണം ഞാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞു. I did not give even one. കാരണം ചിരിക്കണ്ടേ? Somebody has to smile. എന്നെ നോക്കി ചിരിക്കണ്ടേ? They should smile at me. ചിലരുടെ ചിരിയൊക്കെ കാണാൻ ഒരു ഓഞ്ഞ ചിരി, ഞാൻ കൊടുക്കുവോ? Some people looked at me in a wry smile. Will I give? ചിലർക്കൊരു മഞ്ഞ ചിരി, ഞാൻ കൊടുക്കുവോ? Some people have a yellow smile. Will I give? എന്റെ രാജാവിന്റെ സ്വർണ്ണ നാണയം അങ്ങനെ ഞാൻ കൊടുക്കുവോ? Oh, my king's gold coin. Can I just waste it? ഉടനെ രാജാവ് ചോദിച്ചു, നീ പിന്നെ എങ്ങനെയാണ് ഇത് 11 മണിക്ക് And then the other one, the king asked, how did you do it? ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ And as I was walking, ഒരാളെ കാണും. I saw one man. അവനെ ഞാൻ തട്ടി വിളിക്കും. So I will call him. എന്നിട്ട് ഞാൻ ചിരിക്കും. I will smile. അന്നേരം അവനും ചിരിക്കും. Then he will smile. ഒരെണ്ണം ഞാൻ കൊടുക്കും. Then I will give. 11 മണിക്കാ തീർന്നെന്ന് പറഞ്ഞു. Praise the Lord. At 11 o'clock. What a truth. Amen. ആമേൻ. ചിരിക്കാത്ത നിന്നെ നോക്കി ആര് ചിരിക്കാൻ? Who will smile at you if you don't smile? സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടൂ. You can get love only when you give love. ആമേൻ. Amen. അത് നിന്റെ സ്നേഹം നിനക്ക് തരുന്നതിനേക്കാൾ വലുതായിരിക്കണം. It will be greater than the one which you give. ആമേൻ. Amen. സ്നേഹിക്കുന്നതിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്നാണ് That എൻ്റെ is, വിചാരം. my thinking is there's no problem if you have a competition in smile. ഇപ്പൊ ഞാൻ എൻ്റെ വൈഫ് നിമിയെ സ്നേഹിക്കുമ്പം If I love my wife Nimi, അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കുക. ഞാൻ അങ്ങ് സ്നേഹിക്കുക. കാരണം അവൾ എന്നെ സ്നേഹിക്കുമ്പോൾ തോറ്റു പോകണം. Because when she loves me, she must be defeated. ഞാൻ ജയിക്കണം. I must win. അതിനെ അവൾ ജയിക്കണമെന്ന് അവൾ തീരുമാനിച്ചോട്ടെ. Let her decide to win. ചിലപ്പോൾ ഇന്ന് മുതൽ അവൾ ജയിക്കുമായിരിക്കും. Maybe from today she may win. Yes, സ്നേഹിക്കുന്നതിൽ ഒരു കോമ്പറ്റീഷൻ വേണം. There should be a competition. സഭയിലുള്ളവർ തമ്മിൽ അതുണ്ടായിരിക്കണം. In the church, people should love one another. ആമേൻ. Amen. അത് നല്ല ചിന്തയാണെന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് പറ, ഇന്ന് മുതൽ ഞാൻ ജയിക്കും. Give your hand to somebody and say, from Today today onwards, I will win. today onwards, I'm going to I love will gain my the love. husband, Today wife onwards. more than how much they love me. ആമേൻ. Hallelujah. 2, 2. ആത്മാവിൽ വളരണം. Grow in the spirit. അതാണ് ദേവദാസൻ പ്രസംഗിച്ചത്. That is what the man of God said. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, According to the power inside us. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലല്ലാതെ നമുക്ക് വളരാൻ കഴിയില്ല. We cannot grow without the power of the Holy Ghost. സ്നേഹത്തിൽ വളരണം. We must grow in love. 2, ആത്മാവിൽ We വളരണം. must grow in the Holy Ghost. 3, വചനത്തിൽ We വളരണം. must grow in the word. വചനത്തിൽ. In the word. വചനം വിട്ടുപോയാൽ പോയി. If you leave the word, finished. ആമേൻ. Amen. 4, 4. വിശ്വാസത്തിൽ വളരണം. Grow in faith. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്ക് ലോകം മുഴുവൻ പിടിച്ചടക്കാം You can take the whole world വിശ്വാസമുണ്ടെങ്കിൽ. if you have faith. ആമേൻ. Amen. ഇന്നലെ ഞാനും നിമി ഞങ്ങളെല്ലാം കൂടെ വാഷിംഗ്ടണിൽ പോയി ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയതാണ്. Yesterday, my wife and I went to Washington DC to pray. ഞങ്ങൾ ഒരു വീട്ടിൽ ചെന്ന് ഞങ്ങൾ ആ വീടിന് വേണ്ടിയുള്ള വിഷയം പ്രാർത്ഥിക്കാൻ പോയതാണ്. We went there to pray. ദൈവാത്മാവ് വെളിപ്പെടുത്തി. The Holy Spirit revealed. ശക്തമായ രോഗശാന്തി വ്യാപരിച്ചു. Somebody was healed. ദൈവാത്മാവ് തൊട്ടു അവരെ. The Holy Spirit touched them. അവർക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു ആത്മശക്തിയിലേക്ക് ദൈവം അവരെ നയിച്ചു. God released them to a power which they could not hold. മിനിറ്റുകളോടെ അവർ ആത്മാവിൽ ഫ്രീസായി. In a few minutes they froze. അതിനുശേഷം അവർ ശക്തമായ ആരാധനയിലേക്ക് തിരിച്ചു വന്നു. After that they began to worship God in the spirit. അവർ ഭാര്യയും ഭർത്താവും ഒലി അനുഗ്രഹിക്കപ്പെടാനിടയായി. Oh, the husband and wife were blessed together. ഞാൻ പറഞ്ഞത്, What I tell you, നീ പരിശുദ്ധാത്മാവിലാണെങ്കിൽ if you are in the Holy Ghost, നിങ്ങൾ ചെല്ലുന്നിടമെല്ലാം അങ്ങനാകും. wherever you go, നിങ്ങൾ കാല് ചവിട്ടുന്നിടമെല്ലാം അങ്ങനാകും. any house you touch, it will be like that. ആമേൻ. നിങ്ങൾ വിശ്വാസത്തിലാണെങ്കിൽ If you are in faith, നിങ്ങളെ കാണുന്നവരിലേക്ക് അത് പകരപ്പെടും. whoever sees you, it will be transmitted. നമ്പർ 5, Anja, 5, വിശുദ്ധിയിൽ വളരണം. you must grow in holiness. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. Let me stop. 1, സ്നേഹത്തിൽ വളരണം. Number 1, love.
രണ്ടാമത് ആത്മാവിൽ വളരണം. Grow in the spirit. 3 വചനത്തിൽ വളരണം. Grow in the word. 4 വിശ്വാസത്തിൽ വളരണം. Grow in faith. 5 5. വിശുദ്ധിയിൽ വളരണം. Grow in holiness. എൻ്റെ കർത്താവ് വരാറായി. It's time for the Lord. എൻ്റെ കർത്താവ് വരാറായി. It's time for the Lord to നമ്മൾ അവകാശികളാ. We are ഈ inheritors. ഫിലദൽഫിയയിൽ അമേരിക്കയിൽ ഇനി ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. In Philadelphia, in the US, many blessings are waiting. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അവകാശമായിട്ട് കർത്താവ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. Jesus has sent us with inheritance. ആമേൻ. ഒരു വാതിൽ അടയുമ്പോൾ ഭാരപ്പെടണ്ട. When one door is closed, don't worry. അടുത്ത വാതിൽ കർത്താവ് തുറന്നു Other വെച്ചിരിക്കുന്നു. doors are open for you. കർത്താവ് നിനക്ക് വേണ്ടി 1000 വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. Thousands of doors are open for you. ധൈര്യപ്പെട്. Be bold. കണ്ണുകൾ അടയ്ക്കാം. Let's close our eyes. പ്രാർത്ഥിക്കാം. Let's pray. വളരുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. Hand yourselves over to the Lord. പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. Give yourselves to the Holy Spirit. കർത്താവേ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. Lord, I commit ourselves into your hands. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കുന്നു. Touch our children. ഞങ്ങൾക്ക് ഈ ആരാധനാലയമല്ല, Not this worship place. ഞങ്ങൾക്ക് ഫിലദൽഫിയയിൽ കർത്താവ് വലിയ ആരാധനാലയ കോമ്പൗണ്ട് വെച്ചിട്ടുണ്ട്. Lord, you have already set for us a big place of worship. ആയിരങ്ങൾ വന്ന് ആരാധിക്കുന്ന ദിവസം ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ We കാണുന്നു. see in the eyes of the Holy Spirit thousands and ദൈവ thousands പ്രവർത്തികൾ coming. വെളിപ്പെടാൻ പോകുന്നതിനാൽ സ്തോത്രം. Thank you because the work of the Lord is going. ഞങ്ങളെ ഒരുമിച്ച് തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. We commit ourselves into your hands. അനുഗ്രഹിക്കണമേ, Bless. അനുഗ്രഹിക്കണമേ. Bless us. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. In the name of Jesus, Father. Amen. 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 Let's give the Lord a clap offering. That was a wonderful message of deliverance for the church. Those who came for the Bible study, how many of you think what he spoke today is familiar? ആമേൻ. ബൈബിൾ സ്റ്റഡിക്ക് വന്നവരെ നമ്മൾ കേട്ട കാര്യം തന്നെ കർത്താവിന്റെ ഉറപ്പിച്ചെന്ന് എത്ര പേർക്ക് We have മനസ്സിലായി? been fighting against the law. നമ്മൾ ന്യായപ്രമാണത്തിനെതിരെ യുദ്ധം ചെയ്യുക. But today I heard something that is revelatory. Many people are living under a bad conscience. കുറ്റബോധം. ആമേൻ. ഇന്ന് വെളിപ്പാടിന്റെ ഒരു കാര്യം വെളിപ്പെടുവാനിടയായിരുന്നു. കുറ്റബോധത്തിലാണ് അനേകർ ജീവിക്കുന്നത്. Come out. അതിൽ നിന്ന് പുറത്തു വാ. Forget the past. കഴിഞ്ഞ കാലത്തെ മറക്കുക. God is your Father. ദൈവമാണ് നിങ്ങളുടെ പിതാവ്. He has forgiven you. ദൈവം നിങ്ങളോട് ക്ഷമിച്ചു കഴിഞ്ഞു. You are not under the law. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല, You are under grace. കൃപയ്ക്ക് കീഴിലാണ്. And he loves you so much. ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. Couple